Hello everyone. Is it audible for you? Okay, good evening all of you. I think we can wait 1 or 2 minutes so that others too can join. Good evening all of you. Okay, so as you got your notification, we are going to discuss about reading comprehension today. So you have already got your notification, and reading comprehension എന്ന് പറയുമ്പോൾ the thing that you know that നമുക്കതിൽ പഠിക്കാനൊന്നുമില്ല. ബാക്കി 9 യൂണിറ്റ്സും പഠിക്കുന്ന പോലെ there is nothing to study. So I don't know whether how many students are there from English and other subjects. English ഉം ബാക്കിയുള്ള language subjects എടുത്തിട്ടുള്ളവർക്കറിയാം they have comprehension in their second paper. Do all of you faces this voice break? What about others? No. It may be your problem. Just check your internet connectivity. No issues. Okay, fine. So ഈ പറഞ്ഞതുപോലെ നമ്മൾ റീഡിംഗ് കോംപ്രിഹെൻഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് അതിൽ 5 ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ 10 മാർക്ക് നമുക്ക് പ്രത്യേകിച്ച് പഠിക്കാതെ കിട്ടുന്ന ഒരു ഏരിയ ആണ്. ഒട്ടുമേ പഠിക്കാതെ കിട്ടുന്ന ഒരു ഏരിയ ആണ്. Isn't it? So ഇതുവരെ നെറ്റ് എഴുതിയിട്ടുള്ളവരുണ്ടാവാം, നെറ്റ് എഴുതാത്തവരുണ്ടാവാം, എനിഹോ പ്രീ ടെസ്റ്റ് അറ്റൻഡ് ചെയ്ത് നെറ്റ് ഫെമിലിയർ ആയിട്ടുള്ളവരുണ്ടാവാം. I need to know what's your condition regarding reading comprehension, whether it is too easy or too difficult or moderate. What do you feel? Yes, Swapna, actually practice is important. Okay, actually it depends on the paragraph given. അതൊരു വലിയ ഫാക്ടർ ആണ്. കാരണം നമുക്ക് കിട്ടുന്ന പാരഗ്രാഫ് അനുസരിച്ചിരിക്കും. ഇത്തവണ ആക്ച്വലി ഇപ്പൊ ഈ ഒരു ഓൺഗോയിങ് എക്സാമില് ആക്ച്വലി ഇത് എക്സാം ഐ ഹാവ് റിട്ടൺ അതിൽ പേപ്പർ 1 അല്ല പേപ്പർ 2 ഈ പറഞ്ഞ പോലെ എനിക്ക് കിട്ടിയ പാസേജ് വളരെ ലെങ്തി ആയിരുന്നു. വളരെ ലെങ്തി എന്ന് വെച്ചിട്ട് ടു ലെങ്തി. സോ എനിക്കത് സ്ക്രീൻ ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് റീഡ് ചെയ്യാന്ന് പറയുന്നത് ഇറ്റ് വാസ് ടു ഡിഫിക്കൾട്ട് ഫോർ മീ. സോ ഇറ്റ് ഡിപെൻഡ്സ് ഓൺ ദി പാസേജ്. ബട്ട് വാട്ട് വി ക്യാൻ ഡു ഈസ് ദാറ്റ് നമുക്ക് കുറച്ച് ചെറിയ ടിപ്സ് ആൻഡ് ടെക്നിക്സ് ഉണ്ടെങ്കിൽ വി ക്യാൻ മേക്ക് ഇറ്റ് ടു ഈസി. ഓക്കെ, നമ്മൾ ഏറ്റവും ലീസ്റ്റ് കൺസേൺഡ് ആയിട്ട് നമ്മൾ ചെയ്യുന്ന ഒരു ഏരിയ ആണ് റീഡിംഗ് കോംപ്രിഹെൻഷൻ എന്ന് പറയുന്നത്. നമ്മൾ ഒരിക്കലും ഇതിനു വേണ്ടിയിട്ട് ഒരിക്കലും പ്രിപ്പയർ ചെയ്യാറില്ല. ഒരിക്കലും നമ്മൾ ഇതിനു വേണ്ടിയിട്ട് നെറ്റിന് പഠിക്കുന്ന സമയത്ത് നെവർ എവർ വി പ്രിപ്പയർ ഫോർ റീഡിംഗ് കോംപ്രിഹെൻഷൻ. ഐ ഡോണ്ട് നോ വെദർ എനി അതർ കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് വിൽ പ്രൊവൈഡ് എ 2-hour ക്ലാസ് ഫോർ യു. ഒരിക്കലും 2-hour ക്ലാസ് ആരും റീഡിംഗ് കോംപ്രിഹെൻഷൻ പ്രൊവൈഡ് ചെയ്യില്ല. ഫോർ ഷുവർ, അതെനിക്ക് ഡാം ഷുവർ ആണ്. സോ എല്ലാവരും പറയും ജസ്റ്റ് ടേക്ക് യുവർ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും പറയും. അത് നമ്മൾ ഈ ഒരു ഡിഗ്രി PG ആ ഒരു ടൈം കൊണ്ട് നമ്മൾ അച്ചീവ് ചെയ്യേണ്ട ഒരു ബേസിക് സ്കിൽ എന്നുള്ള രീതിയിലാണ് others are considering it. Okay, so here we would be discussing about what kind of passages would be asked for the examination. ഏതൊക്കെ kinds of passages വരും and how we can solve it. ഓരോരുത്തർക്കും ഓരോ മെത്തേഡിലായിരിക്കും സോൾവ് ചെയ്യാൻ ഇഷ്ടമുള്ളത്. ചിലർ ആദ്യം പാസേജ് വായിക്കും, പിന്നീട് ക്വസ്റ്റ്യൻസ് വായിക്കും. ചിലർ ക്വസ്റ്റ്യൻസ് ആദ്യം വായിക്കും, പിന്നീട് പാസേജ് വായിക്കും. ചിലർ 2 times പാസേജ് വായിക്കുന്നവരുണ്ട്. ഇറ്റ് ഡിപ്പെൻസ്. ഓക്കെ, സോ ഹിയർ ഫോർ റിഗാർഡിംഗ് പേപ്പർ 1 മൾട്ടിറ്റ്യൂഡ് ഓഫ് സബ്ജക്ട്സ് എടുത്തുള്ളവരുണ്ട്. ഇംഗ്ലീഷിൽ ഈ പറഞ്ഞ പോലെ കോംപ്രിഹെൻഡ് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ട് ഫേസ് ചെയ്യുന്ന ലാംഗ്വേജ് എടുത്തിട്ടുള്ളവരുണ്ടാവാം. അല്ലെങ്കിൽ യെസ്, വി വിൽ ഡിസ്കസ് ഇറ്റ്. ഓക്കെ, so first thing we need to analyze that what type of passages are being asked in the examination. ഒരുപാട് ടൈപ്പ് ഓഫ് പാസേജസ് ചോദിക്കാറുണ്ട്. അതിൽ റെഗുലർ ആയിട്ട് ചോദിക്കുന്ന ഏത് ടൈപ്പ് ഓഫ് പാസേജ് ആണ്, എങ്ങനെയാണ് നമ്മൾ ആ ഒരു പാസേജ് വായിക്കുന്ന സമയത്ത് വാട്ട് ഓൾ തിങ്സ് വി ഷുഡ് കീപ് ഇൻ അവർ മൈൻഡ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ we will discuss today. So I will share you the screen. Is it visible for you? So beginning with just asking you, what do you mean by reading comprehension? What did you understand by the word, or what do you understand by giving a passage and comprehending?
regarding net exam or whatever exam it is, what they are going to analyze about your skill, or which skill is being analyzed here. ഏത് skill analyze ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും they are questioning us with this long passage, lengthy passage, and എന്ത് analyze ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും? Is it about only about reading? We not only reading, but we need to understand the content that is given here, isn't it? നമ്മുടെ ആ ഒരു അണ്ടർസ്റ്റാൻഡിങ് സ്കിൽ അവർക്ക് മനസ്സിലാവണം. ആൻഡ് വെദർ വി ക്യാൻ ഇൻഫർ ഇൻഫർമേഷൻ ആൻഡ് മീനിങ്സ് ഫ്രം ഇറ്റ്, നമുക്ക് അതിൽ നിന്ന് ആ ഒരു ഇൻഫർമേഷൻ കളക്ട് ചെയ്യാനുള്ള ഒരു കഴിവുണ്ടോ എന്ന് കൂടി സംതിങ് ലൈക്ക് ദാറ്റ്. അത് നമ്മുടെ ബേസിക് സ്കില്ലാണ്. ഒരാളൊരു കാര്യം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാന്ന് പറയുമ്പോൾ ആ കാര്യം നമുക്ക് മനസ്സിലാവുന്നുണ്ടോ, മനസ്സിലാക്കിയാൽ മാത്രം പോരാ, നമുക്കത് ഡീകോഡ് ചെയ്തെടുത്ത് എനിക്ക് മാത്രം മനസ്സിലായാൽ പോരാ. ഐ ഷുഡ് അനലൈസ് ഇറ്റ്. ഞാൻ മറ്റൊരാൾക്ക് ഒരു ബേസിക് ടീച്ചിങ് സ്കില്ലാണ് അല്ലേ അത്. ഇപ്പൊ ഞാൻ പറയുന്ന കാര്യം ചാറ്റ് ഹോസ്റ്റലിൽ ആക്കി കഴിഞ്ഞാൽ ഐ കാൻ സീ യുവർ റിപ്ലൈ. ഓക്കെ, സോ റിഗാർഡിംഗ് ദിസ്, നമ്മൾ ഈ പറഞ്ഞതുപോലെ ഞാനൊരു കാര്യം നിങ്ങളെ പഠിപ്പിച്ചു തരുന്ന സമയത്ത് നാളെ നിങ്ങളത് ഈ പറഞ്ഞതുപോലെ നെറ്റൊക്കെ ക്വാളിഫൈ ആയി വെൻ യു ബിക്കം അസിസ്റ്റന്റ് പ്രൊഫസേഴ്സ്, യു നീഡ് ടു കണക്ട് ഓർ യു നീഡ് ടു കമ്മ്യൂണിക്കേറ്റ് ഇറ്റ് വിത്ത് യുവർ ചിൽഡ്രൻ അല്ലെങ്കിൽ യുവർ ലേണേഴ്സ്. നിങ്ങളുടെ ലേണേഴ്സിന് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് കൊടുക്കണം. അതാണ് ബേസിക് കോംപ്രിഹെൻഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. വെൻ the ability to understand what is given there, or to the ability to understand the content as well as to infer information as well as meanings from it. അതിൽ നിന്ന് ഇൻഫർമേഷൻ കളക്ട് ചെയ്യുകയും വേണം, ആസ് വെൽ ആസ് എന്തും വേണം, അത് അണ്ടർസ്റ്റാൻഡ് ചെയ്യുകയും വേണം. മീനിങ്സ് പറഞ്ഞു ഡീകോഡ് ചെയ്ത് വീണ്ടും അതിനെ എൻകോഡ് ചെയ്ത് പ്രൊവൈഡ് ചെയ്ത് കൊടുക്കാനുള്ള ആ ഒരു നമുക്ക് ആ ഒരു ബേസിക് എബിലിറ്റി ഉണ്ടോ എന്നുള്ളതാണ് NTA ചെക്കിങ്. ഓക്കെ, വളരെ മിനിമൽ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ വളരെ ബേസിക് ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ, actually my name is Tasmia Rashid and I am a faculty of AIFR itself. I am the coordinator of Net English here. Okay. For others, I don't know the name. ഒരാള് ഇൻട്രൊഡക്ഷൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു, അതുകൊണ്ടാണ് ഒരു സെൽഫ് ഇൻട്രൊഡക്ഷൻ. ഐ തിങ്ക് ഇതിൽ ഇംഗ്ലീഷ് സ്റ്റുഡൻസിന് ദേ ആർ വെരി ഫെമിലിയർ with my face and my voice. My name is Tasmia Rashid. Okay. ഓക്കെ, ഫൈൻ. അപ്പൊ നമ്മൾ ഈ പറഞ്ഞതുപോലെ ആ ഒരു ടെക്സ്റ്റ് റീഡ് ചെയ്യുക, അതിന്റെ മീനിങ് അണ്ടർസ്റ്റാൻഡ് ചെയ്യുക, അതേപോലെ തന്നെ അത് നമുക്ക് ഇൻഫർ ചെയ്ത് അനലൈസ് ചെയ്ത് നമുക്കത് ചോദിച്ചു കഴിഞ്ഞാൽ അതിന്റെ ഏത് പാർട്ടിൽ നിന്ന് നമുക്ക് ഈ പറഞ്ഞാൽ നമുക്ക് മീനിങ്സ് ഇൻഫർ ചെയ്തോ എന്നുള്ളതാണ്. NTA നെറ്റ് ആണെങ്കിലും ഈവൻ സിവിൽ സർവീസ് ആണെങ്കിലും വാട്ട് എവർ എക്സാംസ് വി റൈറ്റ്, ആ ഒരു റീഡിംഗ് കോംപ്രിഹെൻഷൻ നമ്മൾ ചെറിയ ക്ലാസ്സസ് തൊട്ട് ഐ തിങ്ക് ഫ്രം ഫസ്റ്റ് സ്റ്റാൻഡേർഡ് ഓർ സെക്കൻഡ് സ്റ്റാൻഡേർഡ് വി ആർ പ്രാക്ടീസിങ് ഇറ്റ്. അതാണ് ബേസിക്കലി അനലൈസ് ചെയ്യുന്നത്. ഓരോ ലെവലിൽ കഴിഞ്ഞ് വരുമ്പോഴത്തേക്കും ആ ഒരു തരുന്ന പാസേജിന്റെ ആ ഒരു എന്താ പറയാ ക്വാളിറ്റി ഓഫ് ദി പാസേജ്, ക്വാണ്ടിറ്റി അല്ല ക്വാളിറ്റി ഓഫ് ദി പാസേജ്, അതിന്റെ ആ ഒരു ലെവൽ വ്യത്യാസം വരുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ വ്യത്യാസം എന്ന് പറയുന്നത്. ഓക്കെ, സോ just they are checking about the ability to understand something or the process of understanding something. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടി ഞാൻ നിങ്ങളോട് 1-2 ക്വസ്റ്റ്യൻസ് ചോദിക്കുകയാണ്. ദി സെയിം വേ ദേ ആർ ഗിവിംഗ് എ പാസേജ്, നമുക്കത് വായിച്ച് മനസ്സിലാക്കാൻ നമ്മുടെ ഒരു അനലിറ്റിക്കൽ സ്കിൽ ഉണ്ടോ എന്നുള്ളതാണ് അവർ ചെക്ക് ചെയ്യുന്നത്. And as I have said, they are just going through the 2 skills. The first one is about word reading. ലാംഗ്വേജ് എത്രത്തോളം ഫേവറബിൾ ആയിട്ട് അല്ലെങ്കിൽ എത്രത്തോളം ഓക്കെ നമുക്ക് ലാംഗ്വേജ് എത്രത്തോളം ബ്യൂട്ടിഫുൾ ആയിട്ട് അല്ലെങ്കിൽ എത്രത്തോളം എഫക്റ്റീവ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഫോർത്ത് സ്കിൽ എന്ന് പറയുന്നത്. സോ ഒരു കോംപ്രിഹെൻഷൻ പാസേജ് മാത്രം അല്ലെങ്കിൽ നമുക്ക് തരുന്ന പാസേജ് മാത്രം നമുക്ക് അണ്ടർസ്റ്റാൻഡ് ചെയ്താൽ പോരാ, പക്ഷെ ആ ഒരു ക്വസ്റ്റ്യൻസ് കൂടി നമുക്ക് മനസ്സിലാകണം. എപ്പോഴും സംഭവിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് പാസേജ് വുഡ് ബി വെരി ഈസി ഫോർ us, പക്ഷെ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ചിലപ്പോൾ കുറച്ച് ഇൻഡയറക്റ്റ് ആയിരിക്കും. നമുക്ക് ചിലപ്പോൾ കറക്റ്റ് ആയിട്ട് പണ്ടൊക്കെ ഐ ഡോണ്ട് നോ വെദർ യു ഹാവ് ഡൺ ഇറ്റ് ഓർ നോട്ട്, പണ്ടൊക്കെ സ്കൂൾസിൽ പഠിക്കുന്ന സമയത്ത് നമുക്ക് ഇംഗ്ലീഷ് കുറച്ച് ബാക്കിലേക്ക് ഇട്ട് ഒരുപാട് പേരും ഇൻക്ലൂഡിങ് മൈസെൽഫ് ഒരുപാട് പേരും ചെയ്തിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് അതിന് റിലേറ്റഡ് ആയിട്ട് വരുന്ന വേർഡ്സ് തപ്പിപ്പിടിച്ച് പോയിട്ട് ആ ഒരു സെന്റൻസ് മൊത്തം ഐഡന്റിഫൈ ചെയ്ത് കൊണ്ടുവന്ന് എഴുതലായിരുന്നു പണ്ടൊക്കെ സ്കൂൾസിൽ. ഇപ്പോഴും ഐ തിങ്ക് സ്റ്റിൽ സ്റ്റുഡൻസ് ആർ പ്രാക്ടീസിങ് ഇറ്റ്. സ്കൂൾസിലൊക്കെ പ്രാക്ടീസ് ചെയ്യുന്ന ഒരു സിസ്റ്റം അതാണ്. ഓക്കെ, അത് നമ്മളും പണ്ടൊക്കെ സ്കൂൾസിൽ ചെയ്തിട്ടുണ്ടാവും. പക്ഷെ ഇവിടെ ഒബ്ജക്റ്റീവ് ലെവൽ ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് ഇറ്റ്സ് നോട്ട് അറ്റ് ഓൾ വെരി പോസിബിൾ. നമുക്കത് കണ്ടുപിടിക്കാന്നുള്ളത് ഇറ്റ്സ് നോട്ട് അറ്റ് ഓൾ വെരി പോസിബിൾ. ആൻഡ് NTA നെറ്റ് ഈസ് വെരി മച്ച് കണ്ണിങ് ദാൻ us. നമ്മളെക്കാണെങ്കിൽ കുറച്ചും കൂടി കണ്ണിങ് ആയിട്ടുള്ള ആൾക്കാരായതുകൊണ്ട് അവർ അതിന് പോലും ഒരു ചാൻസ് തരുന്നില്ല എന്നുള്ളതാണ്.
ഓക്കെ. സോ ഫസ്റ്റ് തിങ് നമുക്ക് ഈ പറഞ്ഞ പോലെ വേർഡ്സ് വെച്ചിട്ട്, കാരണം നമുക്ക് അറിയാത്തൊരു വേർഡ് ഉണ്ടെങ്കിൽ, നമുക്ക് മീനിങ് അറിയാത്തൊരു വേർഡ് ഉണ്ടെങ്കിൽ ഒരുപാട് പേര് ചെയ്യുന്ന ഒരു കാര്യമാണ് ആ അറിയാത്ത വേർഡ് എവിടെയെങ്കിലും കണ്ടുപിടിച്ചിട്ട് അതുമായിട്ട് ഫുൾ സെന്റൻസ് വായിക്കുക, അത് അവിടെ കൊണ്ട് എഴുതി വെക്കുക എന്നുള്ളത്. പക്ഷേ ഇവിടെ ഒബ്ജക്റ്റീവ് ആയതുകൊണ്ട് ഇറ്റ്സ് നോട്ട് അറ്റ് ഓൾ വെരി പോസിബിൾ. ആൻഡ് സെക്കൻഡ് തിങ് എന്ന് പറയുന്നത് തരുന്ന ഓപ്ഷൻസ് വളരെ സിമിലർ ആയിരിക്കും. എല്ലാ ഓപ്ഷൻസും ഒരുപോലെ നമുക്ക് ഫീൽ ചെയ്യും. നമുക്ക് അതിൽ നിന്ന് മാറ്റിയെടുക്കാൻ അല്ലെങ്കിൽ അതിൽ നിന്ന് ഫിൽട്ടർ ചെയ്ത് നമ്മുടെ കറക്റ്റ് ആൻസറിലേക്ക് എത്തിപ്പെടാൻ എന്നുള്ളത് വളരെ ഒരു ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു മാറ്റർ ആയിട്ട് മാറാറുണ്ട്. ആൻഡ് തേർഡ് തിങ് ഈസ് ദാറ്റ് ആ ഒരു 4 ഓപ്ഷൻസും വി മേ ഫീൽ ഇറ്റ് ആസ് കറക്റ്റ്. എല്ലാം കറക്റ്റ് ആയിരിക്കും. ആൻഡ് റിഗാർഡിംഗ് UGC നെറ്റ്, ദി തിങ് ഈസ് ദാറ്റ് ഏറ്റവും കറക്റ്റ് ആൻസർ എന്നുള്ളതാണ് അവിടെ പ്രയോറിറ്റൈസ് ചെയ്യുന്നത്. ഓക്കെ. ആൻഡ് വെൻ എവർ യു ആർ ഗോയിങ് ത്രൂ എ കോംപ്രിഹെൻഷൻ, ആൻഡ് ഈ പറഞ്ഞത് നിങ്ങൾ ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡിലും അതേപോലെ തന്നെ റിസർച്ച് ആപ്റ്റിറ്റ്യൂഡിലും ഒക്കെ അങ്ങനത്തെ കൈൻഡ് ഓഫ് ക്വസ്റ്റ്യൻസ് വരും. നമുക്ക് 4 ഓപ്ഷൻസും ഇറ്റ് മേ ഫീൽ കറക്റ്റ്, പക്ഷേ 4 ചിലപ്പോൾ ശരിയായിരിക്കും. ബട്ട് ദി തിങ് ഈസ് ദാറ്റ് വി നീഡ് ടു ഫൈൻഡ് ദി മോസ്റ്റ് കറക്റ്റ് വൺ. ഏറ്റവും കറക്റ്റ് കണ്ടുപിടിക്കുക എന്നുള്ളതാണ് നമ്മുടെ അവിടുത്തെ എബിലിറ്റി എന്ന് പറയുന്നത്. ഓക്കെ. സോ ഫോർ ദാറ്റ് വി നീഡ് ടു ട്രൂലി കോംപ്രിഹെൻഡ് ദാറ്റ് പാസേജ്. അതിന് നമ്മൾ ആ ഒരു പാസേജ് ഇൻഡെപ്തിൽ അനലൈസ് ചെയ്ത് വായിച്ചിരിക്കണം. പക്ഷെ നമുക്ക് അത്രയും നേരം വായിക്കുക, അത്രയും നേരം അതിനെ ഡെപ്തിൽ അനലൈസ് ചെയ്യുക എന്ന് പറയുന്നത് ഈ ഒരു 1 ഹവറിനുള്ളിൽ ഇറ്റ്സ് നോട്ട് അറ്റ് ഓൾ വെരി പോസിബിൾ. സെക്കൻഡ് പേപ്പർ വളരെ ലെങ്തി ആയിട്ടുള്ളവരുണ്ടാവും, ഒരുപാട് പ്രോബ്ലമാറ്റിക് ആയിട്ട് സെക്കൻഡ് പേപ്പർ അറ്റൻഡ് ചെയ്യുന്നവരുണ്ടാവും. സോ നമുക്ക് കോംപ്രിഹെൻഷൻ പാസേജിന് വേണ്ടിയിട്ട് ഒരു എത്ര ടൈം മാറ്റി വെക്കുക എന്നുള്ളതും പോസിബിൾ അല്ല. സോ ദി തിങ് ഈസ് വിത്തിൻ ദാറ്റ് ലിമിറ്റഡ് ടൈം വി നീഡ് ടു അണ്ടർസ്റ്റാൻഡ് ആൻഡ് കോംപ്രിഹെൻഡ് ഇറ്റ്. ആ ഒരു ലിമിറ്റഡ് ടൈമിൽ നമുക്ക് ഇത് മനസ്സിലാക്കുകയും വേണം, നമുക്ക് അതിന്റെ ആൻസേഴ്സ് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ വേണം. ഓക്കെ. സോ ആസ് ഡിസ്കസ്ഡ് ഹിയർ നമ്മൾ 2 സ്കിൽസ് ആണ് അനലൈസ് ചെയ്യുന്നത്. ഫസ്റ്റ് സ്കിൽ എന്ന് പറയുന്നത് അബൌട്ട് വേർഡ് റീഡിംഗ്, and the second thing is about language comprehension. And regarding the language English, ഇംഗ്ലീഷിന്റെ ഒരു വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത് ആക്ച്വലി ഐ ഡോണ്ട് നോ വെദർ ഇറ്റ് ഈസ് പൊളിറ്റിക്കലി കറക്റ്റ് ഓർ നോട്ട്, പക്ഷേ ഇംഗ്ലീഷിനെ പണ്ട് തൊട്ടേ സെറ്റേറിക്കലായിട്ട് പറയാറുള്ളതെന്ന് വെച്ചാൽ ഇറ്റ്സ് എ ഫാദർലെസ് ലാംഗ്വേജ് എന്ന് പറയും. കാരണം നിങ്ങളും പഠിച്ചിട്ടുണ്ടാവും, നമ്മൾ ചെറുപ്പത്തിലൊക്കെ മലയാളമൊക്കെ എഴുതി പഠിക്കുന്ന സമയത്ത് നമ്മൾ എങ്ങനെയാണോ അത് സ്പെല്ല് ചെയ്യുന്നത്, വി വുഡ് ബി റൈറ്റിംഗ് ഇൻ ദാറ്റ് സ്റ്റൈൽ. ആ സ്പെല്ല് ചെയ്യുന്നത് പോലെയാണ് നമ്മൾ എഴുതാറുള്ളത്. പക്ഷെ ഇറ്റ് ഈസ് നോട്ട് ഇൻ ദി കേസ് ഓഫ് ഇംഗ്ലീഷ്. ഇംഗ്ലീഷിൽ അത് പോസിബിൾ അല്ല. നമ്മൾ സ്പെല്ല് ചെയ്യുന്ന പോലെ എഴുതി കഴിഞ്ഞാൽ ദി സ്പെല്ലിംഗ് വുഡ് ബി റോങ്. ഇനി അത് എഴുതിയിരിക്കുന്നത് പോലെ വായിച്ചു കഴിഞ്ഞാൽ പ്രൊണൗൺസിയേഷൻ വുഡ് ഓൾസോ ബി റോങ്. സോ ഒരു 1-to-1 ഒരു ഇതില്ലാത്ത അറ്റാച്ച്മെന്റ് ഇല്ലാത്തൊരു ലാംഗ്വേജ് ആണ് ഇംഗ്ലീഷ് എന്ന് പറയുന്നത്. അതേപോലെ തന്നെ അതിന്റെ മീനിങ്സും അതേപോലെ തന്നെയാണ്. മീനിങ്സ് എപ്പോഴും അതിന്റെ കോണ്ടെക്സ്റ്റുവലായിട്ട് മീനിങ്സ് ചേഞ്ച് ചെയ്ത് വരും. നമ്മൾ ഡിക്ഷണറി മീനിങ് ആയിരിക്കില്ല എല്ലാ ടൈമിലും പാസേജിൽ വരുന്ന മീനിങ് എന്ന് പറയുന്നത്. സോ ഇപ്പൊ നിങ്ങൾ പാസേജ് വായിക്കുന്ന ടൈമിൽ യു ആർ നോട്ട് അറ്റ് ഓൾ ഫെമിലിയർ വിത്ത് 1 or 2 വേർഡ്സ്. നമുക്കറിയാത്ത 2-3 വാക്കുകൾ ഉണ്ടാവും, അല്ലെങ്കിൽ 4-5 വാക്കുകൾ ഉണ്ടാവും. പക്ഷേ ഡോണ്ട് ഗോ ഫോർ ഷുവർ. നമ്മൾ ഈ പറഞ്ഞ പോലെ 1-2 നമുക്ക് അറിയാത്ത സ്പെല്ലിങ്സ് ഉണ്ടാവും. ആ ഒരു സ്പെല്ലിങ്സ് വരുന്ന സമയത്ത് അല്ല, അല്ലെങ്കിൽ 2-3 വേർഡ്സ് ഉണ്ടാവും. സോറി, 2-3 വേർഡ്സ് ഉണ്ടാവും. ആ വേർഡ്സ് നമുക്ക് അറിയാത്ത സമയത്ത് ഡോണ്ട് ഗെറ്റ് കൺസേൺഡ് അബൌട്ട് ഇറ്റ്. അയ്യോ, എനിക്ക് ഈ വേർഡിന്റെ മീനിങ് അറിയില്ല, ഈ വേർഡിന്റെ മീനിങ് അറിയാതെ ഞാൻ എങ്ങനെ ഇത് കോംപ്രിഹെൻഡ് ചെയ്യും? ഡോണ്ട് തിങ്ക് ലൈക്ക് ദാറ്റ്. ഓക്കെ. ബാക്കിയുള്ള ജനറൽ ഹോൾ ആയിട്ട് ചെക്ക് ദി മീനിങ്. ആ ഒരു പാസേജ് വായിക്കുമ്പോൾ നിങ്ങൾക്ക് ആസ് എ ഹോൾ എന്ത് മീനിങ് ആണോ കിട്ടുന്നത്, ജസ്റ്റ് ഗോ ഫോർ ദാറ്റ്. ഡോണ്ട് ഗോ ഫോർ സച്ച് വേർഡ്സ്. ഒരിക്കലും അങ്ങനത്തെ വേർഡ്സിന്റെ പുറകിൽ പോകരുത്. ഫ്രം ബേസിക് ക്ലാസ്സസിലൊക്കെ നമ്മൾ അങ്ങനെയാണ് ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷെ റിഗാർഡിംഗ് ദിസ് എക്സാമിനേഷൻ ഡോണ്ട് ഗോ ഫോർ ലൈക്ക് ദാറ്റ്. ഈ എക്സാമിനേഷൻ അല്ല, നമ്മൾ ഏതൊരു എക്സാമിനേഷൻ അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ലെവലായിട്ടുള്ള പാസേജസ് ആണ് അവർ തരുന്നത്. ഓക്കെ. സോ ആ ഒരു വേർഡ് മീനിങ് ലെസ് ഇമ്പോർട്ടന്റ് ആണ്. നമുക്ക് ഒരിക്കലും സിനോണിംസ് ചോദിക്കുന്നില്ല. ഇപ്പം ഇംഗ്ലീഷുകാർക്ക് ചോദിക്കുന്ന പോലെ സിനോണിംസ് ചോദിക്കില്ല. അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നമുക്ക് പേടിക്കാനില്ല. ഓക്കെ. സോ നമ്മൾ ഈ പറഞ്ഞ പോലെ ഫസ്റ്റ് തിങ് അബൌട്ട് വേർഡ് റീഡിംഗ്, ദി എബിലിറ്റി ടു ഡെസിഫർ ദി സിമ്പിൾസ് ഓൺ ദി പേജ്. എത്രത്തോളം നമുക്ക് അതിന്റെ ആ ഒരു വേർഡ് റിലേഷൻസ് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഫസ്റ്റ് സ്കിൽ അവർ അനലൈസ് ചെയ്യുന്നത്. സെക്കൻഡ് സ്കിൽ ഈസ് അബൌട്ട് ടു അണ്ടർസ്റ്റാൻഡ് ദി മീനിങ് ഓഫ് ദി വേർഡ്സ് ആൻഡ് ഫ്രേസസ്. 2 വേർഡ്സ് അല്ലെങ്കിൽ ഫ്രേസ് എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾക്ക് അറിയാം, എക്സാക്ട്ലി ഡിഫറെന്റ് ആയിട്ടുള്ള വേർഡ്സ് കമ്പൈൻ ചെയ്യുമ്പോൾ ഡിഫറെന്റ് മീനിങ് ആയിരിക്കും വരുന്നത്. സോ അങ്ങനെയുള്ളതിനെ നമുക്ക് എത്രത്തോളം കോംപ്രിഹെൻഡ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ദേ ആർ അനലൈസിങ്. So now we are discussing about how many types of passages are being asked in the examination. ഒരുപാട് types of passages ഉണ്ട്, including narrative, descriptive, fact-based or informational, argumentative or persuasive, analytical and abstract. These are the types of passages asked in any examination. ഏതൊരു പാസേജ് ആണെങ്കിലും ഏതെങ്കിലും ഈ ഒരു കാറ്റഗറിയിൽ വരുന്ന ടൈപ്പ് ഓഫ് പാസേജ് ആണ്. ഓക്കെ. narrative, descriptive, we will be discussing each one in detail. ഓരോന്നും നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറയും. Anyhow, narrative, descriptive, fact-based or informational, argumentative or persuasive, analytical and abstract. And starting with narrative style.
നമുക്കറിയാം പാസേജസ് സ്റ്റോറി പോലെ നമ്മൾ ഒരു നോവൽ വായിക്കുകയാണ്, അല്ലെങ്കിൽ ഒരു ഹിസ്റ്ററിക്കൽ ടെക്സ്റ്റ് വായിക്കുകയാണ്, അങ്ങനെയൊക്കെ വരുന്ന ഈ പറഞ്ഞ പോലെ സ്റ്റോറി ടൈപ്പിൽ എഴുതി വെച്ചിരിക്കുന്ന പാസേജസിനെയാണ് കെയിം ടു ബി നോൺ എസ് നറേറ്റീവ് സ്റ്റൈൽ. അതായത് ഇപ്പം ഞാൻ നിങ്ങളോട് ഒരു ഇൻസിഡന്റ് നിങ്ങളോട് റിക്കൗണ്ട് ചെയ്യാണ്, അല്ലെങ്കിൽ ഞാൻ എന്റെ ഒരു എക്സ്പീരിയൻസ് നിങ്ങളോട് ഷെയർ ചെയ്യാണ്. ഇറ്റ് വുഡ് ബി ഇൻ ദി നറേറ്റീവ് സ്റ്റൈൽ. വളരെ നറേറ്റീവ് ആയിട്ടായിരിക്കും ഞാൻ നിങ്ങളോട് പറയുന്നത്. ഓക്കെ, ഇന്ന ദിവസം ഇന്നത് സംഭവിച്ചു, അല്ലെങ്കിൽ ആ കാര്യം നടന്നു എന്നൊക്കെ പറയുന്നത് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടായിരിക്കും ഐ വുഡ് ബി നറേറ്റിംഗ് ഇറ്റ് ഫോർ യു. ആ കൈൻഡ് ഓഫ് പാസേജസിനെയാണ് വി കോൾഡ് as നറേറ്റീവ് സ്റ്റൈൽ, ആൻഡ് വി യൂഷ്വലി സീ ഇറ്റ് ഇൻ നോവൽസ്, ഓട്ടോബയോഗ്രഫീസ്, ആനക്ഡോട്ട്സ്, ഹിസ്റ്ററി എക്സെട്ര. നമ്മൾ ഈ ഒരു സ്റ്റൈൽ കാണുന്നത് യൂഷ്വലി ഈ ഒരു ടൈപ്പ് ഓഫ് ജോണേഴ്സിലാണ്. നമ്മളൊരു നോവൽ വായിക്കുന്നത്, അതേപോലെ തന്നെ നമ്മൾ ആരുടെയെങ്കിലും ഓട്ടോബയോഗ്രഫി വായിക്കുന്നത്, അല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ അനക്ഡോട്ട്സ്. വാട്ട് യു മീൻ ബൈ അനക്ഡോട്ട്സ്? വാട്ട് ഈസ് ദി മീനിങ് ഓഫ് ദി വേർഡ് അനക്ഡോട്ട്? യു മേ ഹാവ് സ്റ്റഡീഡ് ഇറ്റ് ഇൻ ടീച്ചിങ് എയ്ഡ്സ്. ടീച്ചിങ് എയ്ഡ്സിൽ പഠിച്ചിട്ടുണ്ടാവും അനക്ഡോട്ട്സ്. വാട്ട് യു മീൻ ബൈ അനക്ഡോട്ട്സ്? ഇറ്റ്സ് വെരി സ്മോൾ സ്റ്റോറി, പേഴ്സണൽ സ്റ്റോറീസ് ആണ് അല്ലെ. നമുക്ക് ഇപ്പം ഒരു റിയൽ ഇൻസിഡന്റിനെ ബേസ് ചെയ്തിട്ടോ, അല്ലെങ്കിൽ ഒരു റിയൽ പേഴ്സണെ ബേസ് ചെയ്തിട്ടോ നമ്മൾ പറഞ്ഞിരുന്ന ചെറിയ ചെറിയ സ്മോൾ സ്റ്റോറീസിനെയാണ്, ഫണ്ണി പാസേജസിനെയാണ് വി കോൾ ഇറ്റ് അനക്ഡോട്ട്സ്. ഓക്കെ, സോ ആ അനക്ഡോട്ട്സ് ആണെങ്കിലും, അല്ലെങ്കിൽ ഓട്ടോബയോഗ്രഫീസ് ആണെങ്കിലും, ഇനി ഹിസ്റ്ററി ആണെങ്കിലും, ഇറ്റ് വിൽ ബി ഇൻ ദി സ്റ്റൈൽ ഓഫ് എ സ്റ്റോറി. ഒരു സ്റ്റോറി പോലെയാണ്. ഇപ്പം 1857 ഫസ്റ്റ് വാർ ഓഫ് ഇൻഡിപെൻഡൻസ് നടന്നു എന്നൊക്കെ ഉള്ളത്, ഇങ്ങനെ ഇങ്ങനെ യുദ്ധം ഉണ്ടായി, മീററ്റിൽ നിന്നത് വന്നു എന്നൊക്കെ പറഞ്ഞ് വളരെ നറേറ്റീവ് ആയിട്ടായിരിക്കും പറഞ്ഞു വരുന്നത്. ആ ഒരു സ്റ്റൈലിനെയാണ് നറേറ്റീവ് സ്റ്റൈൽ എന്ന് പറയുന്നത്. യൂഷ്വലി നമുക്ക് ഈ ഒരു നറേറ്റീവ് സ്റ്റൈല് കണ്ടുവരാറില്ല. കൂടുതൽ നറേറ്റീവ് സ്റ്റൈല് ചോദിച്ച് നിങ്ങൾക്ക് കാണാൻ പറ്റും ചെറിയ ക്ലാസ്സസിലോ, അല്ലെങ്കിൽ സ്കൂൾ ചിൽഡ്രന്റെ ആ ഒരു കോംപ്രിഹെൻഷൻ അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ കൂടുതൽ നറേറ്റീവ് സ്റ്റൈലാണ്. ചെറിയ ചെറിയ ഈസ് ഓഫ് ഫേബിൾ എന്നുള്ള ചെറിയ കഥകളോ അങ്ങനെയൊക്കെയാണ് കൊടുക്കാറുള്ളത്. അതിനാണ് നറേറ്റീവ് സ്റ്റൈൽ എന്ന് പറയുന്നത്. വളരെ ലെസ് ആയിട്ടാണ് നറേറ്റീവ് സ്റ്റൈൽ നമുക്ക് ചോദിക്കാറുള്ളത്, പക്ഷെ ചോദിക്കുന്ന കേസസ് ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ഈ പറഞ്ഞ നറേറ്റീവ് സ്റ്റൈൽ ചോദിക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, വളരെ ഈസി ആയിരിക്കും. നമുക്ക് ഏറ്റവും ഈസി ആയിട്ട് എഴുതാൻ പറ്റുന്ന, അല്ലെങ്കിൽ വായിച്ച് കോംപ്രിഹെൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു പാസേജ് എന്ന് പറയുന്നത് ഇറ്റ്സ് അബൌട്ട് നറേറ്റീവ് സ്റ്റൈൽ. നറേറ്റീവ് സ്റ്റൈലിലെ പാസേജസ് വളരെ ഡയറക്റ്റ് ആയിരിക്കും. ഇൻഡയറക്റ്റ് ലാംഗ്വേജസ് യൂസ് ചെയ്യില്ല. വളരെ ക്രോണോളജിക്കൽ ഓർഡറിലായിരിക്കും പറഞ്ഞു, സീക്വൻഷ്യൽ ഓർഡറിലായിരിക്കും പറഞ്ഞു പറഞ്ഞ് വരുന്നത്. സോ അത് വളരെ ഓക്കെ ആണ്. ഓക്കെ, വോയിസ് ഇടയ്ക്ക് ബ്രേക്ക് ആവുന്നുണ്ടോ? ഐ ക്യാൻ സി എ മിക്സഡ് റെസ്പോൺസ്. എസ് പറയുന്ന കുറെ ആൾക്കാരും ഉണ്ട്, നോ പറയുന്ന കുറെ ആൾക്കാരും ഉണ്ട്. ഐ തിങ്ക് വോയിസ് ബ്രേക്ക് ആവുന്നുണ്ടായിരുന്നെങ്കിൽ ഇറ്റ് വുഡ് ബി ഫോർ എവ്രി വൺ. എന്റെ ഇന്റർനെറ്റ് കണക്ടിവിറ്റിയുടെ പ്രോബ്ലം ആയിരുന്നെങ്കിൽ അതെല്ലാവർക്കും പ്രോബ്ലം വന്നേനെ. സോ ഇറ്റ് വുഡ് ബി യുവർ കണക്ടിവിറ്റി ഇഷ്യൂസ്. ഓക്കെ, സോ നമ്മൾ പറഞ്ഞതുപോലെ നറേറ്റീവ് സ്റ്റൈൽ എന്ന് പറയുന്നത് സ്റ്റോറിയുടെ ആ ഒരു രൂപത്തിൽ, ആ ഒരു സീക്വൻഷ്യൽ ഓർഡറിൽ വരുന്ന സ്റ്റൈലാണ് നറേറ്റീവ് സ്റ്റൈൽ എന്ന് പറയുന്നത്. യൂഷ്വലി കാണുന്നത് നോവൽസിലും, ഫിക്ഷനിലും, ഓട്ടോബയോഗ്രഫീസിലും, ഹിസ്റ്ററിക്കൽ ഇവന്റ്സ് റെക്കോർഡ് ചെയ്യുമ്പോഴും, അനക്ഡോട്ട്സും ഒക്കെ ചെയ്യുമ്പോഴാണ് നറേറ്റീവ് സ്റ്റൈലിൽ എഴുതി വരുന്നത്. നെക്സ്റ്റ് വൺ അബൌട്ട് ഡിസ്ക്രിപ്റ്റീവ് സ്റ്റൈൽ. അതാണ് നമുക്ക് ഏറ്റവും കൂടുതൽ അറിയാവുന്നത്, അബൌട്ട് ഡിസ്ക്രിപ്റ്റീവ് സ്റ്റൈൽ. ആൻഡ് ഇറ്റ് വുഡ് ബി അബൌട്ട് എ പ്ലേസ്, എ പേഴ്സൺ, ഐറ്റം, ഇവന്റ്, അങ്ങനെ എന്തിനെ കുറിച്ചുള്ള വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഡിസ്ക്രിപ്ഷനെയാണ് നമ്മൾ ഡിസ്ക്രിപ്റ്റീവ് സ്റ്റൈൽ എന്ന് പറയുന്നത്. ആ ഒരു പേരിൽ തന്നെ നമുക്ക് അത് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും, isn't it? നമുക്ക് ആ ഒരു പേരിൽ തന്നെ മനസ്സിലാവും. വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ ഇങ്ങനെ ഡിസ്ക്രൈബ് ചെയ്ത് പോവായിരിക്കും. വെൻ ഐ ആസ്ക് യു ടു ഡിസ്ക്രൈബ് എ വേർഡ്, അല്ലെങ്കിൽ ഒരു പാസേജിൽ വെൻ ഐ സേ ടു describe about A4, you would be giving a detailed description of your learning experience here. A4നെ കുറിച്ചിട്ട് നീണ്ട ലേണിംഗ് എക്സ്പീരിയൻസ് നിങ്ങൾ ഷെയർ ചെയ്യും, അല്ലെങ്കിൽ നിങ്ങളുടെ ഫാമിലിയെ കുറിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട, നമ്മൾ ചെറിയ പ്രായത്തിലൊക്കെ വി മേ ഹാവ് റിട്ടൺ നമ്മൾ ലാസ്റ്റ് വിസിറ്റ് ചെയ്ത പ്ലേസ്, അല്ലെങ്കിൽ നമ്മുടെ ബെസ്റ്റ് ഫ്രണ്ട്, നമ്മുടെ ഫാമിലി, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് വി ഹാവ് റിട്ടൺ അബൌട്ട് ദീസ് കൈൻഡ് ഓഫ് ഡിസ്ക്രിപ്ഷൻസ്, അല്ലെങ്കിൽ ഒരു സീനറി, ഇങ്ങനെയുള്ള ഡിസ്ക്രിപ്ഷൻസ് ഒക്കെ നമ്മൾ എഴുതിയിട്ടുണ്ടാവും. അങ്ങനെയുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഡിസ്ക്രിപ്ഷൻസിനെയാണ് നമ്മൾ ഒരു ഡിസ്ക്രിപ്റ്റീവ് സ്റ്റൈൽ എന്ന് പറയുന്നത്. സോ നറേറ്റീവ് സ്റ്റൈലിൽ നിന്ന് ഡിസ്ക്രിപ്റ്റീവ് സ്റ്റൈൽ എങ്ങനെയാണ് വ്യത്യാസം വരുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇറ്റ് ഹാവ് എ ലോട്ട് ഓഫ് ലിറ്റററി ടെക്നിക്സ് യൂസ്ഡ് ദെയർ. ഒരുപാട് ലിറ്റററി ടെക്നിക്സ് യൂസ് ചെയ്യും. നമ്മൾ ഒരുപാട് അഡ്ജക്റ്റീവ്സ് കാണും, ആഡ്വേർബ്സ് കാണും, മെറ്റഫേഴ്സ് ഉണ്ടാവും. മെറ്റഫേഴ്സ് എന്താ? നമ്മൾ മലയാളത്തിൽ ഉപമ, ഉൽപ്രേക്ഷ എന്നൊക്കെ പറയും.
ഓക്കെ, നമ്മൾ ഈ പറഞ്ഞ പോലെ റിലേറ്റീവ് ആയിട്ട് നമ്മൾ സിനിമകളിലൊക്കെ കാണുന്നത് പോലെ എന്താ പറയാ, കമ്പയർ ചെയ്തിട്ട് നമ്മൾ പറയാറുണ്ട്. എന്താ നമ്മള് ഞാൻ ഇന്ന് യൂസ് ചെയ്തിട്ടുള്ള ഒരു സെന്റൻസ് ആണ്, when I teach my son. മണ്ണിന്റെ മണമുള്ള കവിതകളാണെന്ന് പറഞ്ഞിട്ട് ഒരു സെന്റൻസ്. മണ്ണിന്റെ മണമുള്ള കവിതകൾ എന്ന് പറയുമ്പോൾ യു നോ അബൌട്ട് ഇറ്റ്, ഇറ്റ്സ് എ മെറ്റഫർ. ഒരിക്കലും കവിതകൾക്ക് മണ്ണിന്റെ മണം ലിറ്ററലി വരില്ല, പക്ഷെ നമ്മളത് ഐ ആം മേക്കിംഗ് എ കമ്പാരിസൺ അബൌട്ട് ഇറ്റ്. അതേപോലുള്ള മെറ്റഫേഴ്സ് ഉണ്ടാവും. ഇങ്ങനെയുള്ള ഒരുപാട് ലിറ്റററി ടെക്നിക്സ് നിങ്ങൾക്ക് ഡിസ്ക്രിപ്റ്റീവ് സ്റ്റൈലിൽ കാണാൻ പറ്റും. സോ അതിന്റെ ഒരു വലിയ വ്യത്യാസം എന്ന് പറയുന്നത് ഇവിടെ വരുമ്പോൾ കുറച്ചും കൂടി അത് ഒരു ലിറ്റററി സ്റ്റൈൽ ആയിരിക്കും. നമ്മൾ കാണുന്ന പോയട്രി, പോമാണ് ഏറ്റവും നല്ല രീതിയിൽ. യെസ്, ഐ ഹാവ് ക്ലിയർഡ് ഇറ്റ് 4 or 5 years ago. ഓക്കെ, സോ നമ്മൾ ഈ പറഞ്ഞതുപോലെ പോയട്രിയിലാണ് നമ്മൾ ഏറ്റവും കൂടുതൽ അത് കാണുന്നത്. പോയട്രിയിൽ നമുക്ക് വായിക്കുമ്പോൾ അറിയാം, നമ്മൾ കഥ വായിക്കുന്ന പോലെ വളരെ ഈസി ആയിട്ടോ അല്ലെങ്കിൽ ഡയറക്റ്റ് ആയിട്ടോ ആയിരിക്കില്ല പോയട്രിയിൽ നമ്മൾ വായിക്കുന്നത്. അങ്ങനെയുള്ള രീതിയിലുള്ള ഡിസ്ക്രിപ്ഷൻസിനെയാണ് വി കോൾഡ് as ഡിസ്ക്രിപ്റ്റീവ് സ്റ്റൈൽ. സോ അത് കൂടുതലും കണ്ടുവരുന്നത് മാഗസിൻസ് തന്നെ. നമ്മൾ മാഗസിൻസിൽ കാണുന്ന ഡിസ്ക്രിപ്ഷൻസ്, അതുപോലെ ട്രാവൽ ഗൈഡ്സിലാണ് ഏറ്റവും നല്ല രീതിയിൽ യൂസ് ചെയ്യാറുള്ളത്. ഫോർ എക്സാമ്പിൾ സഫാരി ചാനലൊക്കെ കാണുന്ന സമയത്ത് ഇറ്റ്സ് പ്യുവർലി ഇൻ ദി ഡിസ്ക്രിപ്റ്റീവ് സ്റ്റൈൽ. വളരെ ഡിസ്ക്രിപ്റ്റീവ് ആയിട്ടാണ് അതിൽ പറഞ്ഞു വരുന്നത്, ഡയറക്റ്റ് ആയിട്ടല്ല. അതിനെ ഓരോന്നിനെ ഇങ്ങനെ ബ്യൂട്ടിഫൈ ചെയ്ത്, യെസ് ദിസ് ഇസ് ദി സ്റ്റൈൽ മോസ്റ്റ്ലി യൂസ്ഡ് ഫോർ അവർ എക്സാമിനേഷൻസ്. നമുക്ക് കൂടുതലും വരുന്നത് ഈ ഒരു സ്റ്റൈലാണ്. കാരണം നമുക്കത് പറഞ്ഞു വരുമ്പോൾ നമുക്ക് ഇങ്ങനെ കണക്റ്റഡ് ആവില്ല, ഇത് എന്താ എവിടെയാ പറഞ്ഞു നിർത്തിയെന്നുള്ളത്. കാരണം അതിലെ കോണ്ടന്റ് വളരെ ലെസ് ആയിരിക്കും. ഓക്കെ, അതിലെ കോണ്ടന്റ് നമുക്ക് ആ ഒരു സീക്വൻഷ്യൽ ഓർഡർ നമുക്ക് കിട്ടില്ല. കോണ്ടന്റ് വളരെ ലെസ് ആയിരിക്കും. അവർക്ക് വളരെ ഇൻഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ചോദിക്കാനുള്ള ഒരു സ്പേസ് കൂടിയാണ് ഡിസ്ക്രിപ്റ്റീവ് സ്റ്റൈൽ എന്ന് പറയുന്നത്. ഇനി മറ്റൊന്നുണ്ട്, അനലിറ്റിക്കൽ സ്റ്റൈൽ. വി വുഡ് ബി ഡിസ്കസിങ് ഇറ്റ് എനിഹൗ. ഈ ഒരു കാര്യം മനസ്സിലോർത്ത് നോക്കുക, ഇവിടുത്തെ കോണ്ടന്റ് വളരെ കുറവായിരിക്കും, ഇവിടുത്തെ ലിറ്റററി ടെക്നിക്സ് ആയിരിക്കും വളരെ കൂടുതൽ ഉണ്ടാകുന്നത്. സോ ആ ഒരു ലിറ്റററി ടെക്നിക്സ് എല്ലാം മനസ്സിലാക്കിയിട്ട് നമ്മൾ ആ ഒരു കോണ്ടന്റ് മനസ്സിലാക്കി എടുക്കുന്നിടത്താണ് നമുക്ക് എത്രത്തോളം അത് കോംപ്രിഹെൻഡ് ചെയ്യാൻ പറ്റും എന്നുള്ളത് നമ്മൾ സക്സസ്ഫുൾ ആവുന്നത്. Okay, so mostly used in poetry, diaries, magazines, travel guides, etc., etc. Okay, so now coming to the next one, that is a factual style. ഇതും നമുക്ക് ചോദിച്ചു കഴിഞ്ഞാൽ വളരെ ഈസിയാണ് എഴുതാൻ വേണ്ടിയിട്ട്. കാരണം ഇത് വളരെ ഡിറക്റ്റ് ആണ്, ഇറ്റ്സ് വെരി റാഷണൽ, ഇറ്റ്സ് വെരി ഒബ്ജക്റ്റീവ് ആൻഡ് സപ്പോർട്ടഡ് ഓൾവേസ് ബൈ സർട്ടൻ ഫാക്ട്സ് ആൻഡ് നമ്പേഴ്സ്. ഇവിടെ ചെയ്യുന്ന സമയത്ത് എപ്പോഴും എന്തുണ്ടാവും, കുറെ ഫാക്ട്സും ഉണ്ടാവും, നമ്പേഴ്സും ഉണ്ടാവും. സോ ക്വസ്റ്റ്യൻസ് വരുന്ന സമയത്തും ദേ വുഡ് ബി ആസ്കിങ് അബൌട്ട് ദീസ് ഫാക്ച്വൽ ഇൻഫർമേഷൻ. പക്ഷെ ഇത് വളരെ ലെസ് ആയിട്ടാണ് ചോദിച്ചു കാണാറുള്ളത്. നമുക്ക് ചില കേസസിലെങ്ങാനും ഫാക്ച്വൽ സ്റ്റൈലും ഈ ഒരു ഡിസ്ക്രിപ്റ്റീവ് സ്റ്റൈലും കൂടി മിക്സ്ഡ് അപ്പ് ആയിട്ട് എൻവിറോൺമെന്റിന്റെ ക്വസ്റ്റ്യൻസ് ഒക്കെ വന്ന് കാണാറുണ്ട്. ഓക്കെ, എന്തെങ്കിലും പൊല്യൂഷനെ കുറിച്ചോ എൻവിറോൺമെന്റൽ ഡീഗ്രഡേഷനെ കുറിച്ചോ അങ്ങനെയൊക്കെ വരുന്ന സമയത്ത് ഈ പറഞ്ഞ പോലെ ഇങ്ങനെയുള്ള ഫാക്ച്വൽ സ്റ്റൈലും ഡിസ്ക്രിപ്റ്റീവ് സ്റ്റൈലും കൂടെ കമ്പൈൻ ചെയ്ത് വരാറുണ്ട്. പക്ഷെ ഫാക്ച്വൽ സ്റ്റൈൽ നമുക്ക് കുറച്ചും കൂടി ഈസിയാണ്. ഈ പറഞ്ഞ എത്ര പെർസെന്റേജ് ഈ പറഞ്ഞ പോലെ വരുന്നത്, അല്ലെങ്കിൽ ഏത് ഇയറിൽ എന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് ഇറ്റ്സ് വെരി ഈസി ടു ഐഡന്റിഫൈ. അത് യൂഷ്വലി നമ്മൾ കാണുന്നത് ന്യൂസ് പേപ്പർ റിപ്പോർട്ട്സിലാണെങ്കിലും നമ്മുടെ ലേണിംഗ് മെറ്റീരിയൽസിലാണെങ്കിലും റിസർച്ച് പേപ്പേഴ്സ്, ഇതിലൊക്കെയാണ് നമ്മൾ വളരെ ഫാക്ച്വൽ ആയിട്ട് എഴുതാറുള്ളത്. അവിടെ ഇൻഫർമേഷൻ മാത്രമേ ഉള്ളൂ, വിച്ച് ഇസ് വെരി ഒബ്ജക്റ്റീവ്. ഈ പറഞ്ഞ പോലെ നമ്മൾ മെറ്റഫേഴ്സ് ഒന്നും യൂസ് ചെയ്യില്ല, ലിറ്റററി ടെക്നിക്സ് ഒന്നും യൂസ് ചെയ്യില്ല, വളരെ ഡയറക്റ്റ് ആയിട്ടാണ് നമ്മൾ അവിടെ സംസാരിക്കുന്നത്. ഓക്കെ, സോ ദാറ്റ്സ് അബൌട്ട് ഫാക്ച്വൽ സ്റ്റൈൽ. Now coming to the one of the important styles, that is argumentative style. ഇവിടെയാണ് നമുക്ക് കുറച്ചും കൂടി ബുദ്ധിമുട്ട് വരുന്നത്. കാരണം ഇവിടെ എന്ന് പറയുന്നത് ഇറ്റ്സ് അബൌട്ട് ആർഗ്യുമെന്റ്സ്. എന്താ ആർഗ്യുമെന്റ്സ് എന്നുള്ളൊരു വേർഡിന്റെ പ്രത്യേകത? What do you mean by arguments? We may raise arguments. If you have read editorials, it would be yes, for and against a topic, isn't it? വാദപ്രതിവാദം എന്ന് നമ്മൾ പറയുന്നത് ആ ഒരു വാദമാണ് ആർഗ്യുമെന്റേറ്റീവ് അല്ലെങ്കിൽ ആർഗ്യുമെന്റ് എന്ന് പറയുന്നത്. സോ ഇഫ് ഐ ആം ടോക്കിംഗ് അബൌട്ട് എ കറന്റ് ഇവന്റ്, അല്ലെങ്കിൽ ഒരു കണ്ടംപററി ആയിട്ടുള്ള ഒരു ഇവന്റിനെ കുറിച്ചോ അല്ലെങ്കിൽ ഒരു സിറ്റുവേഷനെ കുറിച്ചോ, വെനെവർ ഐ ആം റൈറ്റിംഗ് ഇറ്റ് അബൌട്ട് ഓർ ഐ ആം സ്പീക്കിംഗ് ഇറ്റ് അബൌട്ട്, ഞാൻ എന്ത് ചെയ്യും? ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഇപ്പൊ ലേറ്റസ്റ്റ് ട്രെൻഡിങ് ആയിട്ട് നിൽക്കുന്നത് ഇറ്റ്സ് അബൌട്ട് ഹേമ കമ്മിറ്റി. സോ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ കുറിച്ചും അതിനുശേഷം വരുന്ന ഇത്രയും അബ്യൂസസിനെ കുറിച്ചും വെൻ ഐ ആം ടോക്കിംഗ് അബൌട്ട് ഇറ്റ്, ഞാൻ ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ സ്റ്റാൻഡ് ഓപ്റ്റ് ചെയ്തിട്ടായിരിക്കും ഐ വുഡ് ബി മേക്കിംഗ് ആൻ ആർഗ്യുമെന്റ്. സോ ആ ആർഗ്യുമെന്റ് ഞാൻ പറയുന്ന സമയത്ത് ഐ നീഡ് ടു പെർസ്വേഡ് മൈ ഓഡിയൻസ് ടുവേർഡ്സ് ഇറ്റ്.
എനിക്കത് എന്റെ ഓഡിയൻസിനെ കൃത്യമായി എന്റെ ഭാഗത്തേക്ക് ആക്കണം എന്നുള്ളൊരു ഒരു ചിലപ്പോൾ വോളണ്ടറി ഒബ്ജക്റ്റീവ് ആയിരിക്കും, അല്ലെങ്കിൽ ഇൻവോളണ്ടറി ഒബ്ജക്റ്റീവ് ആയിരിക്കും. ചിലപ്പോൾ മനസ്സിൽ ഞാൻ സംസാരിക്കുന്ന സമയത്ത് ദേ ഷുഡ് ബി വിത്ത് മീ, അവരെ പേഴ്സുവേഡ് ചെയ്തെടുക്കണം എന്നുള്ളൊരു തോട്ട് എന്റെ ഉള്ളിൽ ഉണ്ടാവും. ചിലപ്പോൾ അതുണ്ടാവില്ല. പക്ഷെ എനിഹൗ എന്റേത് കറക്റ്റ് ആവണം, ഞാൻ പറയുന്നത് കറക്റ്റ് ആയിട്ട് അവർക്ക് ഡിബേറ്റ് പോലെ തന്നെ വൺ സൈഡഡ് ആണെന്നേ ഉള്ളൂ. ഓക്കെ, ഡിബേറ്റ് പോലെ തന്നെ, പക്ഷെ വൺ സൈഡഡ് ആണ്. ഇപ്പൊ ഞാൻ ഫോർ എക്സാമ്പിൾ, ഇപ്പൊ ഏറ്റവും ബേസിക് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പൊ ഞാൻ പറഞ്ഞു ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ കുറിച്ചാണെങ്കിൽ, ഇഫ് ഐ ആം സപ്പോർട്ടിങ് ഇറ്റ്, ഞാൻ അതിനെ അതുമായിട്ട് ബേസ് ചെയ്ത് വരുന്ന ഇവന്റ്സിനെ എല്ലാം, അല്ലെങ്കിൽ അങ്ങനെ ഒരു മൂവ്മെന്റിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരാളാണെങ്കിൽ, ഐ വുഡ് ബി ടേക്കിംഗ് എ സ്റ്റാൻഡ് ലൈക്ക് ദാറ്റ്. ഞാൻ അങ്ങനെ ഒരു സ്റ്റാൻഡ് പറയും. അതിനോടൊപ്പം തന്നെ ഐ വുഡ് ബി പ്രൊവൈഡിങ് എവിഡൻസ് ആൻഡ് ആർഗ്യുമെന്റ്സ്. സോ എന്റെ സ്റ്റാൻഡ് കറക്റ്റ് ആണെന്ന് തെളിയിക്കാൻ വേണ്ടിയിട്ട്, നിങ്ങളെ പേഴ്സുവേഡ് ചെയ്യാൻ വേണ്ടിയിട്ട്, യെസ്, ചാനൽ ചർച്ചകൾ ക്ലിയർലി അങ്ങനെയാണ്. അതിന്റെ ഏറ്റവും ബെസ്റ്റ് എക്സാമ്പിൾ എന്ന് പറയുന്നത് അബൌട്ട് എഡിറ്റോറിയൽസ്. എത്ര പേര് വായിച്ചിട്ടുണ്ടാവും എന്ന് എനിക്കറിയില്ല. എഡിറ്റോറിയൽസ് വായിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിന്റെ ഒരു കൃത്യമായ ഒരു ഐഡിയ കിട്ടും. ഓരോ ന്യൂസ് പേപ്പറിലും എഴുതുന്നത് ഓരോ രീതിയിലായിരിക്കും. ആ ഒരു ന്യൂസ് പേപ്പറിന്റെ ഒരു സ്ലാൻഡ് അനുസരിച്ച് ദേ വുഡ് ബി മേക്കിംഗ് എവിഡൻസ് ആൻഡ് ആർഗ്യുമെന്റ്സ് ടു സപ്പോർട്ട് ഇറ്റ്. അല്ലെങ്കിൽ ചാനൽ ചർച്ചകൾ കണ്ടാൽ മതി. ഐ തിങ്ക് ദി ബെസ്റ്റ് എക്സാമ്പിൾ ഫോർ ദാറ്റ് ഇസ് ദാറ്റ് ഐ ഡോണ്ട് നോ വെദർ യു ഹാവ് വാച്ച്ഡ് ഇറ്റ് ഓർ നോട്ട്. ജനകീയ കോടതി എന്ന് പറഞ്ഞിട്ടൊരു പരിപാടി ഉണ്ട്. ഐ തിങ്ക് 24-ലാന്ന് തോന്നുന്നു. ഹാഷ്മി താജ് ഇബ്രാഹിമിന്റെ ഒരു പ്രോഗ്രാമാണ്. അതിൽ ഗസ്റ്റ് വരാറുണ്ട്. ആൻഡ് ദേ വുഡ് ബി മേക്കിംഗ് ദെയർ ഓൺ ആർഗ്യുമെന്റ്സ്. റീസെന്റ് അഖിൽ മാരാറിന്റെ ഒരു ഡിബേറ്റ് ഉണ്ട്. നോട്ട് ലൈക്ക് ഡിബേറ്റ്സ്, ഇറ്റ്സ് ലൈക്ക് അഖിൽ മാരാറിന്റെ തന്നെ ഇഷ്യൂ. ഓക്കെ, പെർഫെക്റ്റ് ആണ്, ആർഗ്യുമെന്റേറ്റീവ് സ്റ്റൈലിൽ പെർഫെക്റ്റ് ആണ്. ഒരാള് അയാളുടെ ആണ് ശരി എന്ന് പറയാൻ വേണ്ടിയിട്ട്, ഇപ്പം അഖിൽ മാരാറിന്റെ തന്നെ ഏറ്റവും ബെസ്റ്റ് എക്സാമ്പിൾ ആണ്. ഹീസ് പ്രൊവൈഡിങ് എവിഡൻസസ്, ഹീസ് പ്രൊവൈഡിങ് ഫാക്ട്സ് ടു സപ്പോർട്ട് വാട്ട് ഈസ് ഓൺ ഹിസ് ഹാൻഡ്. അയാളുടെ ആ ഒരു ഭാഗം തെളിയിക്കാൻ വേണ്ടിയിട്ട് ഹി വുഡ് ബി പ്രൊവൈഡിങ് എവറിത്തിങ്. സോ അത് കേൾക്കുന്നത് നമുക്ക് തോന്നും, ശരിയാണല്ലോ, ഇങ്ങനെയൊക്കെയാണല്ലോ എന്ന് തോന്നും. ദാറ്റ് ഈസ് പെർഫെക്റ്റ് ആർഗ്യുമെന്റ്. ഓക്കെ, അതിന്റെ ഏറ്റവും നല്ലത് നമുക്ക് കാണാൻ പറ്റുന്നത് ഇറ്റ്സ് എഡിറ്റോറിയൽസ്. ഓക്കെ, എഡിറ്റോറിയൽസിലാണ് നമുക്കത് ഏറ്റവും നന്നായിട്ട് കാണാൻ പറ്റുന്നത്. ആൻഡ് ഓൾസോ ഇൻ ആഡ്സ്, അഡ്വർടൈസ്മെന്റ്സിലും സെയിം സ്റ്റൈലാണ് ഫോളോ ചെയ്യുന്നത്. ഓക്കെ, അഡ്വർടൈസ്മെന്റ്സ് കാണുന്ന സമയത്ത് നമുക്ക് വേണ്ട സാധനം അല്ലെങ്കിൽ കൂടി നമുക്ക് എന്ത് ചെയ്യും, വളരെ പെർസ്വേസീവ് ആയിട്ട് നമുക്ക് അതൊന്ന് വാങ്ങിച്ച് നോക്കി ഉപയോഗിക്കാൻ തോന്നും. ദാറ്റ്സ് അബൌട്ട് ആർഗ്യുമെന്റേറ്റീവ്. അതേപോലെ തന്നെ മറ്റൊരു കാര്യം റിവ്യൂസ് ആണ്. ഫിലിം റിവ്യൂസ് വായിക്കുന്ന സമയത്ത് നമുക്കറിയാം, ചിലരുടെ ഫിലിം റിവ്യൂസ് കാണുന്ന സമയത്ത് നമുക്ക് തോന്നുക നല്ല സിനിമയുള്ളോ, എനിക്കൊന്ന് പോയി കാണണമല്ലോ നമുക്ക് ഫീൽ ചെയ്യും. ചിലരുടെ വായിക്കുന്ന സമയത്ത് ഇനി ഇതിന് പോണ്ട എന്ന് ഫീൽ ചെയ്യും. അത്രത്തോളം പെർസ്വേസീവ് ആയിട്ട് പ്രസന്റ് ചെയ്യുന്നതിനെയാണ് വിത്ത് ഫാക്ട്സ് ആൻഡ് എവിഡൻസസ്. വെറുതെ അങ്ങ് പറഞ്ഞാൽ പോരാ, വിത്ത് ഫാക്ട്സ് ആൻഡ് എവിഡൻസസ് അത്രയും പെർസ്വേസീവ് ആയിട്ട് പറയുന്ന കൈൻഡ് ഓഫ് സ്റ്റൈലാണ് ആർഗ്യുമെന്റേറ്റീവ് സ്റ്റൈൽ എന്ന് പറയുന്നത്. ഇത് യൂഷ്വലി ചോദിക്കാറുണ്ട്. ഇത് നെറ്റിന് ഇടയ്ക്ക് പാസേജസ് വരുന്നത് ആർഗ്യുമെന്റേറ്റീവ് സ്റ്റൈലായിരിക്കും. അപ്പോഴാണ് നമുക്ക് എന്താണ് ഓതറിന്റെ ഒപ്പീനിയൻ എന്ന് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് വരുന്നത് ആ ഒരു ടൈമിലാണ്. ഓക്കെ, what is author's opinion about this എന്ന് പറഞ്ഞിട്ടുള്ള ക്വസ്റ്റ്യൻസ്, ആ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് വരുന്നത് when it is an argumentative style passage. Clear? Can we move to the next one? Yes. So കംപ്ലൈന്റ് ലെറ്റേഴ്സും അതേപോലെ തന്നെ കേട്ടോ. നമ്മളൊരു കംപ്ലൈന്റ് രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് നമ്മൾ എങ്ങനെയാ ചെയ്യുക, എന്തുകൊണ്ട് ആ ഒരു കംപ്ലൈന്റ് രജിസ്റ്റർ ചെയ്യേണ്ടി വന്നു, അല്ലെങ്കിൽ ഇപ്പം ഇഫ് ഐ ആം നോട്ട് അറ്റ് ഓൾ ഓക്കെ വിത്ത് എയ്ഫോ, എന്തുകൊണ്ട് എന്റെ എയ്ഫോട്ട് ഓക്കെ ആയില്ല എന്ന് പറയാൻ വേണ്ടിയിട്ട് യു വുഡ് ബി പ്രൊവൈഡിങ് യുവർ റീസൺസ് ഫോർ ദാറ്റ്. അതും ആർഗ്യുമെന്റേറ്റീവ് സ്റ്റൈലൊരു ബെസ്റ്റ് എക്സാമ്പിൾ ആണ്. ഓക്കെ, സോ ദാറ്റ്സ് അബൌട്ട് abstract style. Next, going to that's about argumentative style. Now we are moving to abstract style. നമുക്ക് ക്വസ്റ്റ്യൻസ് കിട്ടിക്കഴിഞ്ഞാൽ ഏറ്റവും ആൻസർ ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള സ്റ്റൈലാണ് abstract style എന്ന് പറയുന്നത്. What is the meaning of the word abstract? നിങ്ങൾ ആ ഒരു വേർഡ് സൈക്കോളജി പഠിച്ചപ്പോൾ പഠിച്ചിട്ടുണ്ടാവും. when you are studying teaching aptitude, ഒരു certain ഏജ് എത്തുമ്പോഴാണ് കുട്ടികൾക്ക് ആ ഒരു കോൺക്രീറ്റ് തിങ്കിങ് മാറി അബ്സ്ട്രാക്ട് തിങ്കിങ്ങിലേക്ക് വരുന്നത്. സമ്മറി അല്ല, ഡീപ്പും അല്ല. പക്ഷെ എന്തായിരിക്കും, നമുക്ക് വളരെ കോൺക്രീറ്റ് ആയിട്ട് തോന്നാത്ത കാര്യങ്ങളായിരിക്കും. നമുക്ക് നേരെ നമ്മുടെ അടുത്തേക്ക് ഫാക്ട്സ് ആയിരിക്കില്ല തരുന്നത്. അതെ, സിമ്പിൾ വേർഡ്സിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഒരിക്കലും അതിനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റില്ല.
നമുക്ക് ഈ കോണ്ടന്റ് ഒന്നും കാണാണ്ട് പഠിക്കാൻ വേണ്ടിയിട്ടല്ല കേട്ടോ, ജസ്റ്റ് ഫോർ യുവർ അണ്ടർസ്റ്റാൻഡിങ്. എങ്ങനത്തെ ടൈപ്പ് ഓഫ് പാസേജ് ആണെന്ന് അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇതൊന്നും നിങ്ങൾ കാണാതെ പഠിച്ചതിലൊന്നും ക്വസ്റ്റ്യൻസ് വരില്ല. നമ്മുടെ റിസർച്ച് പേപ്പറിൽ ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടാണ് ഐ എം ആൻസറിങ് ദിസ്, ബാക്കിയുള്ളവർ വിചാരിക്കും മിസ് എന്താ ഈ പറയുന്നത്. അബ്സ്ട്രാക്ട് നമ്മൾ റിസർച്ച് പേപ്പറിൽ നിങ്ങൾ പ്രൊജക്ട് ഒക്കെ ചെയ്യുന്ന സമയത്ത്, തീസിസ് ഒക്കെ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഫ്രണ്ടിൽ ഒരു അബ്സ്ട്രാക്ട് വെക്കാറുണ്ട്. ആ അബ്സ്ട്രാക്ടിന്റെ മീനിങ് എന്താ? ബോത്ത് ആർ ഡിഫറെന്റ്. ആ അബ്സ്ട്രാക്ട് എന്താ? എ ഷോർട്ട് സമ്മറി, അല്ലെങ്കിൽ വളരെ കൺസായിട്ട് നമ്മൾ എന്താണോ ഒരു 50 പേജസിൽ അല്ലെങ്കിൽ ഒരു 100 പേജസിൽ നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് എന്താണോ അതിന്റെ ഒരു ഷോർട്ട് സമ്മറി, അതാണ് അബ്സ്ട്രാക്ട് എന്ന് അവിടെ മീൻ ചെയ്യുന്നത്. പക്ഷെ ഇവിടെ നറേഷനിൽ അബ്സ്ട്രാക്ട് എന്ന് പറയുന്നത് സംതിങ് ഡിഫറെന്റ്. ഇവിടെ സമ്മറി അല്ല, ഇറ്റ്സ് അബൌട്ട് ലൈക്ക് ഫിലോസോഫി. ഇപ്പൊ നമ്മൾ എന്താ പറയാ, അതെ, ഫിസിക്കൽ അല്ലെങ്കിൽ കോൺക്രീറ്റ് എക്സിസ്റ്റൻസ് ഇല്ലാത്ത കാര്യങ്ങളാണ്. ഇപ്പൊ വാട്ട് ഈസ് ലവ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കൊരു ഒപ്പീനിയൻ ഉണ്ടാവും, ലവ് ഈസ് ലൈക്ക് ദിസ് ലൈക്ക് ദിസ് ലൈക്ക് ദിസ് എന്ന് പറഞ്ഞിട്ട്. നിങ്ങൾക്കൊരു ഒപ്പീനിയൻ ഉണ്ടാവും വിച്ച് വുഡ് ബി മച്ച് ഡിഫറെന്റ് ഫ്രം മൈൻ. എന്നേക്കാളും എക്സ്ട്രീംലി ഡിഫറെന്റ് ആയിട്ട് നിങ്ങൾക്ക് ഓരോരുത്തർക്കും, ഐ ക്യാൻ നിയർ ടു 300 സ്റ്റുഡൻസ് ഉണ്ട്, 300 സ്റ്റുഡൻസിലും 300 ഒപ്പീനിയൻസ് ഉണ്ടാവും. ഓക്കെ, വിച്ച് വിൽ ബി മച്ച് സബ്ജക്റ്റീവ്. അത് ഓരോരുത്തരും അനലൈസ് ചെയ്യുന്നത് ഓരോ രീതിയിലായിരിക്കും. ഓക്കെ, ഇങ്ങനെയുള്ള പാസേജ് വരുന്ന സമയത്ത് വളരെ ഫിലോസോഫിക്കൽ ആയിരിക്കും അത്. ആ ഒരു റൈറ്റിംഗ് സ്റ്റൈല് വളരെ ഫിലോസോഫിക്കൽ ആയിരിക്കും. ചിലപ്പോൾ നമുക്ക് ഒരു ഐഡിയയും കിട്ടില്ല ഫസ്റ്റ് ടൈം അത് വായിക്കുന്നത്. അബ്സ്ട്രാക്ട് സ്റ്റൈലാണ് വരുന്നതെന്നുണ്ടെങ്കിൽ, പ്രത്യേകിച്ച് ഒരു കാര്യം ഇത് എന്തിനെ കുറിച്ച് ഈ പറഞ്ഞിരിക്കുന്നതെന്നൊക്കെ തോന്നുന്ന രീതിയിൽ ഒരു പാസേജ് വരുന്നതെങ്കിൽ, ഫസ്റ്റ് ടൈം ചിലപ്പോൾ ഇറ്റ് മേ ബി മച്ച് കോംപ്ലിക്കേറ്റഡ്, നമുക്ക് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ടായിരിക്കും ഫീൽ ചെയ്യുന്നത്. ഇതിനിപ്പോ എന്ത് ആൻസർ കണ്ടുപിടിക്കാനാ എന്നൊക്കെ നമുക്ക് തോന്നും. സോ ഗോ ഫോർ എ സെക്കൻഡ് റീഡിങ്. അങ്ങനെയുള്ള കൈൻഡ് ഓഫ് പാസേജസ് ആണ് നിങ്ങൾക്ക് വരുന്നതെന്നുണ്ടെങ്കിൽ ഗോ ഫോർ എ സെക്കൻഡ് റീഡിങ്. ഫോർ ഷുവർ ഗോ ഫോർ എ സെക്കൻഡ് റീഡിങ്. അതിന്റെ ഫുള്ളി അതിന്റെ മീനിങ് ഗ്രാസ്പ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഗോ ഫോർ എ സെക്കൻഡ് റീഡിങ്. വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ കോൺക്രീറ്റ് ആൻഡ് അബ്സ്ട്രാക്ട്? കോൺക്രീറ്റും അബ്സ്ട്രാക്റ്റും തമ്മിലുള്ള വ്യത്യാസം എന്താ? നിങ്ങൾ കോൺക്രീറ്റ് തിങ്കിങ് അബ്സ്ട്രാക്ട് തിങ്കിങ് ഒക്കെ നിങ്ങൾ ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡിൽ പഠിക്കും. വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ കോൺക്രീറ്റ് തിങ്കിങ് ആൻഡ് അബ്സ്ട്രാക്ട് തിങ്കിങ്? യെസ്, അതെ. കോൺക്രീറ്റ് വളരെ ഫോർമൽ ആണ്, ഡിറക്റ്റ് ആണ്, അതിനൊരു എക്സിസ്റ്റൻസ് ഉണ്ട്. ഓക്കെ, കോൺക്രീറ്റ് എന്ന് പറയുന്നത് വളരെ ഫോർമൽ ആണ്, വളരെ ഡിറക്റ്റ് ആണ്, ഇറ്റ് ഹാസ് എൻ എക്സിസ്റ്റൻസ്. നമ്മൾ അബ്സ്ട്രാക്ട് എന്ന സമയത്ത് അവിടെ ഒരു എക്സിസ്റ്റൻസ് ഇല്ല, അവിടെ ഒരു ഫിസിക്കൽ എക്സിസ്റ്റൻസ് ഇല്ല. നമ്മുടെ തിങ്കിങ് എപ്പോഴും രണ്ടും കൂടി നിങ്ങൾ കൊച്ചു കുട്ടികളെ നോക്കിയാൽ മതി, അവർക്ക് ഒരു ഏജ് വരെ കോൺക്രീറ്റ് തിങ്കിങ് ഉണ്ടാവുള്ളൂ. കള്ളത്തരങ്ങളൊക്കെ അവർക്ക് കള്ളത്തരങ്ങൾ പറയാനുള്ള നമ്മളുടെ അത്ര ഒരു എബിലിറ്റി ഉണ്ടാവില്ല. നിങ്ങളൊരു 5th സ്റ്റാൻഡേർഡ് അല്ലെങ്കിൽ 4th സ്റ്റാൻഡേർഡ് വരെയുള്ള സ്റ്റുഡൻസിനെ നോക്കിയാൽ മനസ്സിലാവും, അവർക്ക് നമ്മുടെ അത്രയും കള്ളത്തരം പറയാനുള്ള ഒരു എക്സ്പെർട്ടൈസ് ഉണ്ടാവില്ല. കാരണം അവർക്ക് അബ്സ്ട്രാക്ട് തിങ്കിങ് കുറവാണ്, അവർക്ക് അപ്പൊ കോൺക്രീറ്റ് തിങ്കിങ് മാത്രമേ ഉള്ളൂ. പക്ഷെ ഒരു 5ാം ക്ലാസ് കഴിഞ്ഞ് നോക്കട്ടെ, അല്ലെങ്കിൽ ഒരു ടീനേജിലൊക്കെ ഏജ്, അവർ എത്ര ഭംഗിയായിട്ടാ ആ ഒരു കാര്യം ഇങ്ങനെ പറഞ്ഞ് അതിനെ ഇങ്ങനെ ഇല്ലുസ്ട്രേറ്റ് ചെയ്ത് എക്സിക്യൂട്ട് ചെയ്തെന്നുള്ളത് നമുക്ക് മനസ്സിലാവും. അതാണ് അബ്സ്ട്രാക്ട് തിങ്കിങ്ങും കോൺക്രീറ്റ് തമ്മിലുള്ള വ്യത്യാസം. ഒന്നിനൊരു ഫിസിക്കൽ എക്സിസ്റ്റൻസ് ഉണ്ടാവും, മറ്റേതിന് ഉണ്ടാവില്ല. നിങ്ങൾ ഫാന്റസി നോവൽസ് ഒക്കെ വായിച്ചിട്ടുള്ളവർക്ക്, കൊച്ചു കുട്ടികൾ വായിക്കുന്ന ഫാന്റസി നോവൽസ് ഉണ്ട്, അത് അബ്സ്ട്രാക്ട് തിങ്കിങ്ങിന് ഒരു പെർഫെക്റ്റ് എക്സാമ്പിൾ ആണ്. അതുപോലെ ചില കൈൻഡ് ഓഫ് റൈറ്റേഴ്സിന്റെ റൈറ്റിംഗ്, ഇപ്പോ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഐ ഡോണ്ട് നോ ഹൗ മെനി ഓഫ് യു ഹാവ് റെഡ് ഖസാക്കിന്റെ ഇതിഹാസം. ഖസാക്കിന്റെ ഇതിഹാസം എത്ര പേര് വായിച്ചിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. ഖസാക്കിന്റെ ഇതിഹാസം വായിച്ചിട്ടുള്ളവർക്ക് അറിയാം, അതില് പല കാര്യങ്ങളും വളരെ അബ്സ്ട്രാക്ട് ആണ്. അതെ, OV വിജയന്റെ ഖസാക്കിന്റെ ഇതിഹാസം, അത് വായിച്ചിട്ടുള്ളവർക്ക് അറിയാം, അതിലെ പല കാര്യങ്ങളും വളരെ അബ്സ്ട്രാക്റ്റഡ് ആണ് കൊടുത്തിരിക്കുന്നത്. യെസ്, വായിച്ചിട്ടുണ്ട്. അത് ആദ്യം വായിച്ചപ്പോൾ നമുക്ക് എന്തെങ്കിലും, ഐ തിങ്ക് ഐ ഹാവ് റെഡ് ഇറ്റ് ഡ്യൂറിങ് മൈ സ്കൂൾ ഡേയ്സ്. ഞാൻ എന്റെ സ്കൂൾ ഡേയ്സിലാണ് വായിച്ചിട്ടുള്ളത്. അന്ന് എനിക്കൊരു എന്താണിത് എന്ന് മനസ്സിലാവാത്തൊരു വല്ലാത്തൊരു അവസ്ഥയായിരുന്നു. മിക്കവാറും ഉള്ളവരത് 2 തവണ വായിച്ചിട്ടുണ്ടാവും. അതിലൊരു വളരെ ഫേമസ് ആയിട്ടുള്ള കോട്സ് ഉണ്ട്, ദി എൻഡിങ് ലൈൻ. ഖസാക്കിന്റെ ഇതിഹാസത്തിന്റെ എൻഡിങ് ലൈൻ അറിയോ എന്താന്ന്? ഇവിടെ ബാക്കിയുള്ള സബ്ജക്റ്റുകാരും ഉണ്ടാവും. സ്പോയിലർ അല്ല.
അതിന്റെ ബിഗിനിങ് ലൈൻ അറിയോ നിങ്ങൾക്ക്? വളരെ ഫേമസ് ആണ്, എല്ലാവരും ട്രോൾ ചെയ്യാനൊക്കെ ഉപയോഗിക്കാറുണ്ട്. പണ്ട് പണ്ട് ഓന്തുകൾക്ക് മുമ്പ്, ദിനോസറുകൾക്ക് മുമ്പ് ഒരു സായാഹ്നത്തിൽ 2 ജീവജന്തുക്കൾ നടക്കാൻ ഇറങ്ങി. അതാണ് അതിന്റെ ബിഗിനിങ് ലൈൻ എന്ന് പറയുന്നത്. 2 ജീവബിന്ദുക്കൾ നടക്കാൻ ഇറങ്ങി. നമുക്ക് കുറച്ചു നേരം വായിച്ച് രവി ബസ് സ്റ്റോപ്പിൽ കാത്തു നിൽക്കുന്നതാണ് എൻഡിങ്. അതെങ്ങനെ എൻഡ് ചെയ്യുന്നതിന്റെ ലാസ്റ്റ് ലൈൻ എങ്ങനെയാ? എല്ലാരും വായിക്കുന്നവരാണല്ലോ ഇവിടെ. വെരി ഹാപ്പി ടു സീ. ബസ്സിൽ നിന്നപ്പോൾ രവി അവിടെ കാത്തു നിൽക്കുന്നതാണ്, പക്ഷെ എങ്ങനെ എൻഡ് ചെയ്യുന്നതെന്ന് അറിയോ? യെസ്, ബസ് വരാനായി കാത്തു നിന്നു എന്നല്ല, നിയർ ടു ദാറ്റ്. ആ ഒരു പാമ്പ് സ്ട്രക്ക് ചെയ്തിട്ട് അത് അതിന്റെ ഹോളിലേക്ക് തിരിച്ചു പോയി എന്നുള്ളതാണ്. സോ അത് എൻഡ് ചെയ്യുന്നത് രവി കാത്തു നിന്നു. സോ അത് എൻഡ് ചെയ്യുന്നത് പാമ്പ് കടിച്ചിട്ട് മരിച്ചോ അല്ലെങ്കിൽ അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ടോ? അതെ, രവി അത് കടിച്ചു, അത് തിരിച്ചു പോകുന്നതായിട്ടാണ് പറയുന്നത്. മഴ പെയ്യുന്നു. സോ വി ആർ നോട്ട് ഷുവർ വെദർ രവി ഈസ് അലൈവ് ഓർ നോട്ട്. അത് നമുക്ക് അവിടെ ഒരു ഫാക്റ്റ് ആയിട്ട് കിട്ടില്ല. അതേപോലെ ഇഫ് യു ഹാവ് റെഡ്, അങ്ങനെ കുറെ വർക്ക്സ് ഉണ്ട്. കാത്തുകിടന്നു, അത് തന്നെ. മാജിക് ഇവിടെ ഇംഗ്ലീഷുകാരല്ലാത്ത കുറെ പേരുണ്ട്. സോ ഞാൻ മാജിക്കൽ റിയലിസ്റ്റ് ഇവിടെ പറഞ്ഞുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ദേ വുഡ് ഗെറ്റ് ബോർഡ്. ഓക്കെ, എനിഹൗ ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ ഫാക്ച്വലിൽ കണ്ടതുപോലെയോ നറേറ്റീവില് കണ്ടതുപോലെയോ ഡയറക്റ്റ് ആയിട്ട് ഒരു ഫാക്ട്സും നമുക്ക് തരില്ല. വളരെ ഇമ്മെറ്റീരിയൽ ആയിട്ടുള്ള ഐഡിയാസ് ആയിരിക്കും. കംപ്ലീറ്റ്ലി ഫിലോസോഫിക്കൽ ആയിരിക്കും. എന്താ ഇപ്പൊ ഇംഗ്ലീഷുകാർക്കൊക്കെ അറിയാവുന്നവർക്ക് അറിയാം, ചില റൈറ്റേഴ്സിനെ വായിച്ചു കഴിഞ്ഞാൽ നമുക്കൊന്നും മനസ്സിലാവില്ല. അതേപോലെ കുറച്ച് മനസ്സിലാവാത്ത രീതിയിലായിരിക്കും ഇറ്റ് വുഡ് ബി ഗിവൺ. സോ ഒരു അബ്സ്ട്രാക്ട് സ്റ്റൈലിലാണ്, നമുക്കൊരു മനസ്സിലാവാത്ത രീതിയിലാണ്, പ്രത്യേകിച്ച് ഒന്നും ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നില്ല എന്ന് തോന്നിക്കഴിഞ്ഞാൽ ഗോ ഫോർ ദി സെക്കൻഡ് റീഡിംഗ്. ഒരിക്കലും മിസ്സാക്കരുത്, ഗോ ഫോർ ദി സെക്കൻഡ് റീഡിംഗ്. ഓക്കെ, അതേപോലെ തന്നെ ഐ വിൽ സേ ഇറ്റ്. നെക്സ്റ്റ് എന്ന് പറയുന്നത് സ്റ്റൈൽ. ഓക്കെ, അനലിറ്റിക്കൽ സ്റ്റൈൽ എന്ന് പറയുമ്പോൾ നമ്മൾ യൂഷ്വലി എപ്പോഴും ക്വസ്റ്റ്യൻസ് ചോദിക്കാറുള്ളതാണ്. ഇവിടെ എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ ആർഗ്യുമെന്റേറ്റീവ് സ്റ്റൈലിൽ പറഞ്ഞതുപോലല്ല. ഇവിടെ ബോത്ത് സൈഡ്സും പറയും, സപ്പോർട്ട് ഓഫും പറയും, എഗെയിൻസ്റ്റും പറയും. ഹിയർ യു കുഡ് ഗെറ്റ് ബോത്ത് സൈഡ്സ് ഓഫ് ദി സെയിം തിങ്. ഒരു പ്രൊഡക്റ്റിന്റെ തന്നെ അല്ലെങ്കിൽ ഒരു കാര്യത്തിന്റെ തന്നെ രണ്ട് അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും കൊടുക്കുന്ന ആ ഒരു സ്റ്റൈലിനാണ് വി കോൾഡ് ആസ് അനലിറ്റിക്കൽ സ്റ്റൈൽ. നമ്മൾ ഒരു കാര്യത്തിനെ പ്രോപ്പറായിട്ട് അനലൈസ് ചെയ്യുക എന്നുള്ളതാണ്. ഒരു പ്രോപ്പർ ഇൻവെസ്റ്റിഗേഷൻ ആണ് ആ ഒരു സബ്ജക്റ്റില്. ചില ക്രിട്ടിക്കൽ മൂവി റിവ്യൂസ് ഒക്കെ കണ്ടു കഴിയുമ്പോൾ വി മേ ഫീൽ സോ. ചിലരൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാല് ഇത് എന്തോ വലിയ സിനിമയാണ്, ഇത് കണ്ടില്ലെങ്കിൽ നിങ്ങളുടെ ഈ ഒരു നൂറ്റാണ്ടിന് നഷ്ടമാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ടായിരിക്കും നമ്മുടെ അടുത്തേക്ക് റിവ്യൂസ് വരുന്നത്. ചില കേസസിൽ ദേ വുഡ് ബി പ്രസന്റിംഗ് ദി ടോപ്പിക് ഓർ പ്രസന്റിംഗ് ദി ഫിലിം ഇൻ എ അനലിറ്റിക്കൽ വേ. അതിന്റെ അഡ്വാൻറ്റേജസും നമുക്ക് ക്ലിയർലി ലിസ്റ്റ് ഔട്ട് ചെയ്യും, ഡിസഡ്വാൻറ്റേജസും ക്ലിയർലി ലിസ്റ്റ് ഔട്ട് ചെയ്യും. ഒരു പെർട്ടിക്കുലർ സ്റ്റാൻഡ് ഉണ്ടാവില്ല. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഞാനിപ്പോ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ സപ്പോർട്ട് ചെയ്തിട്ടാ പറയുന്നതെങ്കിൽ നല്ല മൂവ്മെന്റ് ആണ്, അങ്ങനെ വന്നതാണ് ഇത്രയും കാര്യങ്ങളൊക്കെ പുറത്ത് വന്നത് എന്ന് ഞാൻ പറയുന്ന അത് മാത്രം ഞാൻ പറഞ്ഞ് എന്റെ സൈഡിനെ മാത്രം ഞാൻ ന്യായീകരിക്കുകയാണെങ്കിൽ ഇറ്റ്സ് പ്യുവർലി ആർഗ്യുമെന്റേറ്റീവ് സ്റ്റൈൽ. ബട്ട് അറ്റ് ദി സെയിം കേസ് ഞാൻ പറയുകയാണ്, ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നതുകൊണ്ടാണ് ഇത്രയും വലിയ കാര്യങ്ങൾ അതിൻ്റെ ഉള്ളിൽ നടക്കുന്ന ഇത്രയും വലിയ മാർജിനലൈസേഷനും ഡിസ്ക്രിമിനേഷനും ഈ പറഞ്ഞ കൺസ്യൂമറിസോ ഒക്കെ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയത്. അതേപോലെ തന്നെ അതിനെ മിസ്യൂസ് ചെയ്യുന്ന ഒരു വിഭാഗം ആൾക്കാരും ഉണ്ട് എന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് പ്രോപ്പർലി അനലിറ്റിക്കൽ സ്റ്റൈൽ. അവിടെ വരുന്ന അനലിറ്റിക്കൽ സ്റ്റൈലാണ്. ഓക്കെ, അവിടെ ഡിസഡ്വാൻറ്റേജസും പറഞ്ഞു. ദിസ് ഈസ് വാട്ട് അനലിറ്റിക്കൽ റൈറ്റിംഗ് ഈസ്. അനലിറ്റിക്കൽ റൈറ്റിംഗിനും എപ്പോഴും ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. അവിടെ ചില ന്യൂസ് പേപ്പേഴ്സിന്റെ ഒക്കെ എഡിറ്റോറിയൽസ് വായിച്ചു കഴിഞ്ഞാൽ യു ക്യാൻ സീ ബോത്ത് ദി സൈഡ്സ്. വാട്ട് അബൌട്ട് അതേഴ്സ്? സൗണ്ട് ബ്രേക്ക് ആവുന്നുണ്ടോ? ഫോർ വൺ ദി വോയിസ് ഇസ് നോട്ട് ക്ലിയർ. കുറച്ചു പേർക്ക് ബ്രേക്ക് ആവുന്നുണ്ട്, കുറച്ചു പേർക്ക് ക്ലിയർ ആണ്. ഫോർ സം ഇറ്റ്സ് പെർഫെക്റ്റ്ലി ഫൈൻ. ഓക്കെ, സോ നമ്മൾ ഈ പറഞ്ഞതുപോലെ ക്രിട്ടിക്കൽ റിവ്യൂസ്, ചില മൂവീസിന്റെ ക്രിട്ടിക്കൽ റിവ്യൂസ്, ചില ആൾക്കാരുടെ ക്രിട്ടിക്കൽ റിവ്യൂസ് കണ്ടു കഴിഞ്ഞാൽ സപ്പോർട്ട് ചെയ്ത് ഒപ്പോസ് ചെയ്തിട്ടുള്ള എല്ലാ സ്റ്റാൻഡ്സും പറയുന്നത് കേൾക്കാം. ചില ഫ്യൂ എഡിറ്റോറിയൽസ്, ഇപ്പം ചില എഡിറ്റോറിയൽസ് വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ക്രിട്ടിക്കൽ സ്റ്റാൻഡ് കിട്ടും.
നമ്മളോട് പറയില്ല ഇന്ന സ്റ്റാൻഡ് ഫോളോ ചെയ്യാൻ നമ്മളോട് പറയില്ല. 2 സ്റ്റാൻഡ് നമ്മുടെ മുന്നിലേക്ക് വെച്ച് തരും. നമുക്ക് ഏത് വേണമെങ്കിലും ഓപ്റ്റ് ചെയ്യാം. ടെക്നിക്കൽ റിപ്പോർട്ട്സ്, മാഗസിൻ പീസസ്, ഇതൊക്കെ തന്നെയും അനലിറ്റിക്കൽ മാനറിലാണ് എപ്പോഴും പ്രസന്റ് ചെയ്യാറുള്ളത്. ഓക്കെ, സോ these types of passages would be given for our examination. അതിൽ ഏറ്റവും കൂടുതൽ ചോദിച്ചു വരാൻ ചാൻസ് ഉള്ളത് അനലിറ്റിക്കൽ സ്റ്റൈലും ഡിസ്ക്രിപ്റ്റീവ് സ്റ്റൈലും ചില കേസസിൽ അബ്സ്ട്രാക്ട് സ്റ്റൈലുമാണ്. ഓക്കെ, so now we are moving to what kinds of questions would be asked. എങ്ങനെയൊക്കെ കൈൻഡ് ഓഫ് ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ ചാൻസ് ഉണ്ട് എന്നുള്ളതാണ്. ബിഗിനിങ് വിത്ത് ദി മെയിൻ തീം ഓഫ് സെൻട്രൽ ഐഡിയ. അത് വളരെ ഈസി ക്വസ്റ്റ്യൻ ആണ്. അതൊക്കെ അബ്സ്ട്രാക്ട് പാസേജസ് ആണ് തരുന്നതെന്നുണ്ടെങ്കിലാണ് അങ്ങനെ ഒരു ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ചോദിക്കാനുള്ള ചാൻസസ് ഹൈ ആയിട്ടുള്ളത്. സോ അതിന്റെ ഒരു മെയിൻ തീം, ഒരു സെൻട്രൽ ഐഡിയ എന്നുള്ളതായിരിക്കും അവരുടെ ഫോഴ്സ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. ഓക്കെ, ആൻഡ് സെക്കൻഡ് വൺ റിഗാർഡ്സ് ടു ഓതേഴ്സ് ഒപ്പീനിയൻ ഓർ ആറ്റിറ്റ്യൂഡ്. നമ്മൾ നേരത്തെ പറഞ്ഞു ഒരു ആർഗ്യുമെന്റേറ്റീവ് സ്റ്റൈൽ ആണെങ്കിൽ ഓതേഴ്സിന്റെ ഒപ്പീനിയനും ആറ്റിറ്റ്യൂഡും നമ്മളോട് ചോദിക്കാം. നെക്സ്റ്റ് വൺ ഇസ് എക്സ്പ്ലിസിറ്റ് ഓർ ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ്. ഓക്കെ, എക്സ്പ്ലിസിറ്റ് ഓഫ് direct questions, implicit questions, language expression questions, organization of the passage, and analogous argument. നമ്മളൊരു പാസേജ് വായിക്കുന്ന സമയത്ത് നമ്മൾ ആദ്യം മൈൻഡിൽ കോംപ്രിഹെൻഡ് ചെയ്യുന്നത് എന്തായിരിക്കും? എന്താണ് ആ ഒരു പാസേജിന്റെ സെൻട്രൽ ഐഡിയ എന്നുള്ളതായിരിക്കും. അതിനുശേഷം മാത്രമാണ് നമ്മൾ ആ പാസേജ് ബാക്കി ഇത് ഇതിനെ കുറിച്ചാണല്ലോ പറയുന്നത്. നമുക്ക് ഒരിക്കലും ഒരു ടൈറ്റിൽ ഉണ്ടാവില്ല. നമ്മൾ ടൈറ്റിൽ വെച്ച് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് വി ഡോണ്ട് ഹാവ് എ ടൈറ്റിൽ. സോ ടൈറ്റിൽ വെച്ചിട്ട് നമ്മൾ ഇതിൽ എന്താ പറയുന്നതെന്ന് നമുക്ക് മനസ്സിലാവില്ല. ഓക്കെ, സോ ആ ഒരു മെയിൻ തീം നമ്മൾ വായിക്കുന്ന സമയത്ത് നമ്മൾ ആദ്യം മനസ്സിൽ കണ്ടുപിടിക്കേണ്ട, ആ ഒരു വായിക്കുന്ന സമയത്ത് നമ്മുടെ മൈൻഡിലേക്ക് ആദ്യം വരേണ്ട ക്വസ്റ്റ്യൻ ഇതിന്റെ സെൻട്രൽ തീം അല്ലെങ്കിൽ മെയിൻ ഐഡിയ എന്താണെന്നുള്ളതാണ്. വായിച്ചു തുടങ്ങുന്ന സമയത്ത് അതൊരു ആർഗ്യുമെന്റേറ്റീവ് പാസേജോ അല്ലെങ്കിൽ അതൊരു അനലിറ്റിക്കൽ പാസേജോ ആണ് നമുക്ക് മനസ്സിലാവുകയാണെങ്കിൽ ഐഡന്റിഫൈ ദി ഓതേഴ്സ് ഒപ്പീനിയൻ ഓർ ആറ്റിറ്റ്യൂഡ്. പറഞ്ഞു വരുന്ന സമയത്ത് നമുക്ക് വായിച്ചു വരുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവും ഓതറിന്റെ സ്റ്റാൻഡ് ഇങ്ങനെയാണ് ഇതില്. ഓക്കെ, സോ ആ ഒരു ഓതറിന്റെ ഈ ഒരു കൈൻഡ് ഓഫ് ക്വസ്റ്റ്യൻസ് ചോദിക്കും. ആ ഒരു പാസേജ് ആണ് നിങ്ങൾ ആദ്യം വായിക്കുന്നതെങ്കിൽ മനസ്സിൽ വെച്ചേക്കാം ഈ കൈൻഡ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കാൻ പോകുന്നത് എന്നുള്ളത്. നെക്സ്റ്റ് വൺ ഈസ് അബൌട്ട് ഡിറക്റ്റ് ക്വസ്റ്റ്യൻസ്. അത് ഫാക്ച്വൽ പാസേജസ് ഒക്കെ വരുമ്പോഴാണ് ഡിറക്റ്റ് ക്വസ്റ്റ്യൻസ് വരുന്നത്. എന്തായാലും 5 ക്വസ്റ്റ്യൻസിൽ ഒരെണ്ണം ഡിറക്റ്റ് ആയിരിക്കും. നോ വറീസ് റിഗാർഡിംഗ് ദാറ്റ്. ഓക്കെ, സോ ഫസ്റ്റ് വൺ ഈസ് അബൌട്ട് ഡിറക്റ്റ് ക്വസ്റ്റ്യൻസ്. നെക്സ്റ്റ് വൺ ഈസ് അബൌട്ട് ഡിറക്റ്റ് ക്വസ്റ്റ്യൻസ്. അത് നമുക്ക് ആൻസർ ചെയ്യാനും വലിയ ബുദ്ധിമുട്ട് വരില്ല. നമുക്കത് കുറച്ചും കൂടി ഫൈൻഡ് ഔട്ട് ചെയ്യാൻ എളുപ്പമായിരിക്കും, കാരണം ഫാക്ച്വൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് ചോദിക്കുന്നത്. നെക്സ്റ്റ് വൺ ഈസ് അബൌട്ട് ഇംപ്ലിസിറ്റ് ക്വസ്റ്റ്യൻസ്. ഇൻഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ആണ് ഇംപ്ലിസിറ്റ് ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. നമുക്ക് എക്സ്പെക്ട് ചെയ്യാത്ത അല്ലെങ്കിൽ അബ്സ്ട്രാക്ട് പാസേജസും അതുപോലെ തന്നെ ഡിസ്ക്രിപ്റ്റീവ് ഒക്കെ വരുന്ന സമയത്ത്, അബ്സ്ട്രാക്റ്റും അനലിറ്റിക്കലും ഡിസ്ക്രിപ്റ്റീവ് ഒക്കെ വരുന്ന സമയത്ത് നമ്മൾ ചിന്തിക്കാൻ ചാൻസ് ഇല്ലാത്ത വളരെ ഇൻഡെപ്ത് ആയിട്ടുള്ള ഇംപ്ലിസിറ്റ് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും, ഇൻഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. ഓക്കെ, അത് നമുക്ക് ചിലപ്പോൾ ആൻസർ അപ്പൊ കിട്ടില്ല. സോ ജസ്റ്റ് ഒന്നും കൂടി വായിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഈസി ആയിട്ട് പിക്ക് ചെയ്യും. നെക്സ്റ്റ് വൺ ഈസ് അബൌട്ട് ലാംഗ്വേജ് എക്സ്പ്രഷൻ ക്വസ്റ്റ്യൻസ്. അത് കൂടുതൽ അബ്സ്ട്രാക്ട് സ്റ്റൈലിലും ഡിസ്ക്രിപ്റ്റീവ് സ്റ്റൈലിലും ഒക്കെയാണ് കാണാറുള്ളത്. ആ ഒരു ലാംഗ്വേജ് എങ്ങനെ എക്സ്പ്രസ് ചെയ്തു എന്നുള്ളത്, അല്ലെങ്കിൽ ചിലപ്പോൾ ചില വേർഡ്സിനെയും ചില ഫ്രേസസിനെയും ടെക്നിക്സിനെയും ഒക്കെ കുറിച്ചിട്ടുള്ളത്. അത് നമുക്ക് ഒരുപാട് ഫസ്റ്റ് പേപ്പറിൽ അങ്ങനെ വന്ന് കാണാറില്ല, വളരെ റെയർ ആയിട്ടാണ് വരുന്നത്. ബട്ട് സ്റ്റിൽ വായിക്കുന്ന സമയത്ത് ആ ഒരു ലാംഗ്വേജ് സ്റ്റൈൽ എങ്ങനെയാണെന്നുള്ളത് നോക്കിയിരിക്കുക. ദെൻ അബൌട്ട് ഓർഗനൈസേഷൻ ഓഫ് ദി പാസേജ്. ഒരിക്കലും നമുക്കൊരു പാസേജ് വെറുതെ തരില്ല. അതില് ക്വസ്റ്റ്യൻ ചോദിക്കാൻ ആപ്റ്റ് ആയിട്ട് അത്ര ഉള്ളത് കൊണ്ടാണ് അവർ ആ പാസേജ് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. സോ ആ ഒരു ഓർഗനൈസേഷൻ എന്തുകൊണ്ട് ഈ ഒരു കാര്യം, അല്ലെങ്കിൽ ഇപ്പൊ ആദ്യം ഒരു സ്റ്റോറി വെച്ചിട്ട് ഒരു അനക്ഡോട്ട് വെച്ചിട്ടാണ് ആ ഒരു പാസേജ് സ്റ്റാർട്ട് ചെയ്യുന്നത് എന്ന് ജസ്റ്റ് ഇമാജിൻ. സോ ആദ്യം എന്തിന് അനക്ഡോട്ട് വന്നു എന്നുള്ളത് യു വാണ്ട് ടു തിങ്ക് ഇറ്റ് അബൌട്ട്. അല്ലെങ്കിൽ ഓതർ എന്തിനാ ഇപ്പൊ ഈ കാര്യം പറഞ്ഞത്, അല്ലെങ്കിൽ ഇതെന്തിനാ ഇങ്ങനെ സ്ട്രക്ചർ ചെയ്തത് എന്നുള്ള കാര്യങ്ങളും യു ഷുഡ് കീപ് ഇൻ അവർ മൈൻഡ്. നെക്സ്റ്റ് വൺ ഈസ് അബൌട്ട് അനലോഗസ് ആർഗ്യുമെന്റ്. വാട്ട് യു മീൻ ബൈ അനലോഗി? നിങ്ങൾ ലോജിക്കൽ റീസണിംഗിലൊക്കെ പഠിക്കുന്ന ആൾക്കാരാണല്ലോ. അനലോഗി, what do you mean by analogy? Are very familiar with that word. എന്നെക്കാണി ഫെമിലിയർ നിങ്ങൾക്കാണ്. യെസ്, കമ്പയറിംഗ് ആണ് അല്ലെ. ഒരു കാര്യത്തിന് മറ്റൊരു കാര്യമായിട്ട് ഒരു എക്സ്പ്ലനേഷനോ അല്ലെങ്കിൽ ഒരു ക്ലാരിഫിക്കേഷനോ ഒക്കെ വേണ്ടിയിട്ട് നമ്മൾ ഒരു കാര്യത്തിന് മറ്റൊരു കാര്യമായിട്ട് അതിന്റെ സിമിലർ ആയിട്ടുള്ള ആസ്പെക്ട്സിൽ
നമ്മൾ കമ്പയർ ചെയ്യുന്നതിനാണ് വി കോൾ ഇറ്റ് ആസ് അനലോഗി. സോ ഇഫ് അങ്ങനെ ഒരു ലിറ്റററി ടെക്നിക്ക് നിങ്ങൾ അതിൽ കാണുകയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഒരു സെന്റൻസ് ജസ്റ്റ് മൈൻഡിൽ കീപ്പ് ചെയ്തിരിക്കുക. നമുക്ക് പിന്നീട് എന്തായാലും ഒരു ക്വസ്റ്റ്യൻ വരും എന്നുള്ളത് ആ ഒരു പാസേജ് വായിക്കുമ്പോൾ മൈൻഡിൽ വെച്ചിരിക്കുക. ഓക്കെ, ഇതാണ് ആസ്ക് ചെയ്യുന്ന അല്ലെങ്കിൽ ചോദിക്കുന്ന പ്രധാന ടൈപ്സ് ഓഫ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. ഇനി ഇത്രയും ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കും, ഒരു പാസേജും കിട്ടുന്നതൊക്കെ മനസ്സിലായി. ഈ ടൈപ്പ് ഓഫ് പാസേജസ് ഒക്കെ ആയിരിക്കും, ഈ ടൈപ്സ് ഓഫ് ക്വസ്റ്റ്യൻസ് ഒക്കെ ആയിരിക്കും. ഇനി ദി ബിഗ് ക്വസ്റ്റ്യൻ that I am introducing before you is how to solve it. ആദ്യം ക്വസ്റ്റ്യൻ വായിച്ചിട്ട് പാസേജ് വായിക്കണോ അതോ പാസേജ് വായിച്ചിട്ട് ക്വസ്റ്റ്യൻസ് വായിക്കണോ? വാട്ട് യു പീപ്പിൾ ആർ ഡൂയിങ്. നിങ്ങളൊക്കെ കോംപ്രിഹെൻഷനും ഒക്കെ ചെയ്യുന്ന ആൾക്കാരാണ്. നെറ്റിന് വേണ്ടിയല്ല മറ്റ് എക്സാംസിന് വേണ്ടിയൊക്കെ യു ആർ ഡൂയിങ് കോംപ്രിഹെൻഷൻ ക്വസ്റ്റ്യൻസ്. സോ വാട്ട് യു പീപ്പിൾ ആർ ഡൂയിങ്? പോസ്റ്റ് എന്താ ചെയ്യുക? ക്വസ്റ്റ്യൻസ് വായിക്കുകയാണോ അതോ പാസേജ് വായിക്കുകയാണോ? എന്താ ചെയ്യുന്നത്? which you find more easy or more time saving. നമുക്ക് ആൻസർ കണ്ടുപിടിച്ചാൽ മാത്രം പോരാ, നമുക്ക് ടൈമും സേവ് ചെയ്ത് കിട്ടണം. ഓക്കെ, yes, then okay. I can see mixed responses here. ക്വസ്റ്റ്യൻ വായിച്ചിട്ട് പാസേജ് വായിക്കുന്നവരുണ്ട്, പാസേജ് വായിച്ചിട്ട് ക്വസ്റ്റ്യൻ വായിക്കുന്നവരുണ്ട്. വിച്ച് വുഡ് ബി മോർ തെറ്റെന്ന് പറയാൻ പറ്റില്ല. രണ്ടും ശരിയാണ്, രണ്ടും ചെയ്യാം, രണ്ടിലും തെറ്റൊന്നുമില്ല. പക്ഷെ ഇവിടെ നമുക്ക് ടൈം സേവ് ചെയ്യുക എന്നുള്ളതാണ്. സോ ഏത് വായിക്കുന്നതായിരിക്കും നല്ലത്? വൺ റെസ്പോൺസ് ഐ ക്യാൻ സീ ഹിയർ ഈസ് OMR ആണെങ്കിൽ നമുക്ക് റീഡിംഗ് കോംപ്രിഹെൻഷൻ കുറച്ചും കൂടി എളുപ്പമാവും എന്നുള്ളത്. ആൻഡ് ഐ അക്സെപ്റ്റ് ഇറ്റ് ടു, ഐ അഡ്മിറ്റ് ഇറ്റ് ടു. അത് ഞാനും അഡ്മിറ്റ് ചെയ്യും. നമുക്ക് OMR ആണെങ്കിൽ കുറച്ചും കൂടി ഈസിയാണ് കോംപ്രിഹെൻഷൻ. നമുക്ക് ജസ്റ്റ് അണ്ടർലൈൻ ചെയ്ത് പോകാനുള്ള സ്പേസ് ഉണ്ട്. ജ്യോതിർമായി, വിച്ച് പോയിന്റ് ആർ യു ടോക്കിംഗ് അബൌട്ട്? First four of these main types of questions ആണോ? Okay, fine, I will explain it. Okay, നമ്മളിപ്പോ ഇത് പറഞ്ഞു തീർത്തിട്ട് I will explain it. സോ നമ്മൾ പറഞ്ഞതുപോലെ സ്ക്രോൾ ചെയ്ത് പോകാൻ ബുദ്ധിമുട്ടാണ്. പക്ഷെ മറ്റൊരു കാര്യം, കമ്പ്യൂട്ടറൈസ്ഡ് ആയതിനു ശേഷം ലെങ്ത് കുറച്ചിട്ടുണ്ട് പാസേജസിന്റെ. നിങ്ങൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ജസ്റ്റ് ഒന്ന് അനലൈസ് ചെയ്താൽ കാണാം, ലെങ്തി പാസേജസ് ഉണ്ടായിരുന്നു. കമ്പ്യൂട്ടറൈസ്ഡ് ആയതിനു ശേഷം അതിന്റെ ലെങ്ത് കുറച്ചിട്ടുണ്ട്. കാരണം നമുക്കത് കോംപ്രിഹെൻഡ് ചെയ്യാൻ ടഫ് ആയതുകൊണ്ട് തന്നെ അത് കുറച്ച് ലെങ്ത് കുറച്ചിട്ടുണ്ട്. അങ്ങനെ ഒരു ബെനിഫിറ്റ് നമുക്ക് കമ്പ്യൂട്ടറൈസ്ഡ് ആയപ്പോൾ കിട്ടിയിട്ടുണ്ട്. യെസ്, എനിഹൗ നമ്മൾ എങ്ങനെയാ സോൾവ് ചെയ്യേണ്ടതെന്ന് പറയുന്നതിന് തൊട്ട് മുന്നേ ഐ എം ജസ്റ്റ് ഗോയിങ് ത്രൂ ദീസ് 4 ടൈപ്സ് ഓഫ് ക്വസ്റ്റ്യൻസ്. 1-2 പേർക്ക് കണക്ടിവിറ്റി ലോസ്റ്റ് ആയിട്ട് അവർക്ക് ആ ഒരു ക്വസ്റ്റ്യൻ എന്താണ് ആ ഒരു ടൈപ്സ് ഓഫ് ക്വസ്റ്റ്യൻസ് കിട്ടിയില്ല എന്ന് പറയുന്നുണ്ട്. എനിഹൗ മെയിൻ ടൈപ്സ് ഓഫ് ക്വസ്റ്റ്യൻസിൽ നമ്മൾ പറഞ്ഞു ആദ്യത്തെ മെയിൻ തീം ഒരു സെൻട്രൽ ഐഡിയ ആണ്. ഏതൊരു പാസേജിനും അതിനൊരു സെൻട്രൽ ഐഡിയ ഉണ്ടാവും. അപ്പൊ നമ്മൾ എടുക്കുന്ന ക്ലാസ്സിനും നിങ്ങൾക്ക് റീഡിംഗ് കോംപ്രിഹെൻഷൻ എളുപ്പമാക്കുക എന്നുള്ളതാണ് നമ്മുടെ ഒരു സെൻട്രൽ ഐഡിയ എന്ന് പറയുന്നത്. അതേപോലെ ഏതൊരു പാസേജിനും ഒരു സെൻട്രൽ ഐഡിയ ഉണ്ടാവും. അത് വളരെ ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ആണ്, എപ്പോഴും ചോദിക്കാറില്ല. പക്ഷെ അബ്സ്ട്രാക്ട് ടൈപ്പ് ഓഫ് പാസേജസ് വരുന്ന സമയത്ത് ചോദിക്കാറുണ്ട്. മറ്റൊന്ന് ഓതേഴ്സ് ഒപ്പീനിയൻ ഓർ ആറ്റിറ്റ്യൂഡ് ആണ്. അത് അനലിറ്റിക്കൽ സ്റ്റൈലും ആർഗ്യുമെന്റേറ്റീവ് സ്റ്റൈലും ഒക്കെ വരുന്ന സമയത്ത് ഓതറിന്റെ ഒപ്പീനിയൻ എന്താണെന്നുള്ളത് ചോദിക്കാം. ഏത് സ്റ്റാൻഡ് ആണ് എടുത്തിരിക്കുന്നതെന്ന് ചോദിക്കാം. ഓക്കെ, ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഇപ്പൊ റീസെന്റ് ആയിട്ട് വയനാട്ടില് ഉരുൾപൊട്ടലൊക്കെ നടന്ന സമയത്ത് 2 സ്റ്റാൻഡിൽ നിന്നവരുണ്ട്. ഗാഡ്ഗിൽ റിപ്പോർട്ടിനെ സപ്പോർട്ട് ചെയ്തവരുണ്ട്, ഗാഡ്ഗിൽ റിപ്പോർട്ട് പറഞ്ഞതിന് അതിനെ കളിയാക്കിയവരും ഉണ്ട്. സോ അത് ഓതറിന്റെ ഒപ്പീനിയൻ എന്താണെന്നുള്ളതായിരിക്കും ചോദിക്കാൻ ചാൻസ് ഉള്ള മറ്റൊരു ക്വസ്റ്റ്യൻ. പിന്നുള്ളത് വളരെ ഡയറക്റ്റ് ക്വസ്റ്റ്യൻസും ഇൻഡയറക്റ്റ് ക്വസ്റ്റ്യൻസും ആണ്. സോ ഫാക്ച്വൽ ആയിട്ടും അനലിറ്റിക്കലും ആയിട്ടുള്ള പാസേജസ് ആണെങ്കിൽ ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റും. അവിടെ ചോദിക്കുന്നത് ഫാക്ട്സിനെ കുറിച്ചാണ്, ഇൻഫർമേഷനെ കുറിച്ചാണ്. ഓക്കെ, മറ്റൊന്നെന്ന് പറയുന്നത് ഇംപ്ലിസിറ്റ് ആണ്. അത് നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റില്ല, വളരെ ഡെപ്ത് ഉള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും. അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യാൻ പറ്റാതെ വന്നാൽ ഗോ ഫോർ വൺസ് അഗെയിൻ. ഓക്കെ, then about language expression, എങ്ങനെയാണ് ലാംഗ്വേജ് അവിടെ യൂസ് ചെയ്തിട്ടുള്ളത് എന്നുള്ളത്. about the organization of the passage, എന്തുകൊണ്ട് അനക്ഡോട്ട് ആദ്യം കൊണ്ടുവന്നു, ഒരു എക്സാമ്പിൾ കൊണ്ടുവന്നു, അല്ലെങ്കിൽ ഫാക്ട്സ് കൊടുത്തു, ഡേറ്റ കൊടുത്തു തുടങ്ങിയ ആ ഒരു ഓർഗനൈസേഷൻ ഓഫ് ദി പാസേജ് ആൻഡ് അനലോഗസ് ആർഗ്യുമെന്റ്, കമ്പാരിസൺ.